ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളോട് വളരെ രസകരമായ ഒരു കഥ പറയാം. 20 വർഷം മുൻപ് ഒരു വസ്ത്രവ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിൽ എസ്, അതായത് സൈസ്, സ്മോൾ, മീഡിയം, പിന്നെ ലാർജ് സൈസിലുള്ള ടീഷർട്ട്സ് വിറ്റുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം വിൽക്കാൻ തുടങ്ങിയത് XL, അതായത് എക്സ്ട്രാ ലാർജ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് XXL, അതായത് എക്സ്ട്രാ ലാർജ്. ഇന്നും പലരും വന്ന് പറയുന്നത് അവർക്ക് ഇതിനേക്കാളും വലിയ സൈസ് വേണമെന്നാണ്. അമിതവണ്ണം ഇക്കാലത്ത് പലർക്കുമുള്ള ഗുരുതരമായ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ അമിതവണ്ണത്തിന്റെ കാരണം എന്താണെന്ന്? നമ്മൾ കഴിക്കുന്ന ആഹാരവും ചിലവാക്കുന്ന കലോറികളും തമ്മിലുള്ള ഇംബാലൻസ് ആണ്. അതുകൊണ്ട് ഭക്ഷണം കുറച്ച് അധികം വ്യായാമം ചെയ്താൽ നമ്മുടെ ഭാരം കുറയ്ക്കാം. അതായത് ഇക്കാലത്ത് ശരീരവണ്ണം കുറയ്ക്കാനുള്ള ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. അതുപോലെ സോന ബെൽസ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സും. പക്ഷെ അവയൊന്നും അത്ര ഫലപ്രദമല്ല. ചുരുക്കി പറഞ്ഞാൽ ഡോക്ടേഴ്സും നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കണം, ആരോഗ്യം സൂക്ഷിക്കണം. പക്ഷെ പലർക്കും എങ്ങനെയാണ് ശരിക്കും ആരോഗ്യകരമായി ഇരിക്കേണ്ടതെന്ന് അറിയില്ല. അമിതവണ്ണം കാരണം പലതരം ഹൃദ്രോഗങ്ങൾ, ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ പ്രമേഹ രോഗം. അമിതവണ്ണവും പ്രമേഹ രോഗവും കാരണം വല്ലാതെ ബാധിക്കപ്പെട്ടവർക്ക് ഇന്നൊരു നല്ല പരിഹാരം കിട്ടിയിട്ടുണ്ട്: പുരാതന സംസ്കാരത്തിൽ നിന്നുള്ള യോഗ. ഇപ്പോൾ അമിതവണ്ണത്തെയും പ്രമേഹത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ചില യോഗാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് കണ്ടുപഠിക്കാം. യോഗാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓംകാര അഭ്യാസം. ഓംകാരത്തിൽ 3 മന്ത്രങ്ങളുണ്ട്: ആ, ഉ, ഇനി മ. ഈ പ്രപഞ്ചം മുഴുവനും ആറ്റം, അതായത് അണുക്കളാൽ നിർമ്മിതമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഖരപദാർത്ഥങ്ങൾക്കുള്ളിലും അലകളുണ്ട്. അവ ഊർജവും സ്പന്ദനവും പ്രേഷണം ചെയ്യുന്നു. ഈ ആറ്റംസിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ഭ്രമണം ചെയ്യുന്നു. അതേപോലെ ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുമ്പോൾ അവയിൽ നിന്ന് അലകൾ പ്രേഷണം ചെയ്യപ്പെടുന്നു. അതിനർത്ഥം ആറ്റംസിലുള്ള ഊർജവും പ്രപഞ്ചത്തിലുള്ള ഊർജവും ഒന്നുതന്നെയാണ് എന്നാണ്. അത് സോളാർ സിസ്റ്റത്തിലും ഉണ്ട്. നാം ഈ മന്ത്രം ഉച്ചരിക്കാൻ ആരംഭിക്കുമ്പോൾ ആ, ഉ, മ, നമ്മുടെ ശരീരത്തിൽ ശക്തി പ്രവഹിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇത് എല്ലാ വ്യാധികളെയും സുഖപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാകും. ഈ അഭ്യാസം വളരെ ലളിതമാണ്. ഇത് ചെയ്യാൻ അല്പസമയം മതി. അതുമല്ല, ശരീരവേദനയും ഒട്ടുമുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഓം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓംകാര അഭ്യാസം. സുഖാസനം അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കുക. കണ്ണുകളടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതുമായ ശ്വാസം എണ്ണുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നുപോലെയാണെന്ന് വിചാരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരത്തിലുള്ള അസുഖങ്ങളും പിരിമുറുക്കങ്ങളും വിട്ടുപോകുന്നു എന്നും സങ്കൽപ്പിക്കുക. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിക്കുക. നന്നായി ആഞ്ഞു ശ്വസിക്കുക. ഓം എന്ന് ഉച്ചരിക്കുക. ശരീരം അയയുന്നതായി നിങ്ങൾക്ക് തോന്നും. വീണ്ടും അയയുന്നു. കൂടുതൽ അയവുള്ളതാകുന്നു. ശരീരം ലഘുവായതായി തോന്നും. കൂടുതൽ ലഘുവാകുന്നു. ലഘുവാകുന്നു. 3 തവണ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ആരോഗ്യമുള്ളവളായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ആരോഗ്യമുണ്ടാകുന്നു. ഹരിയോം തത്സത്. ഹരിയോം തത്സത്. ഹരിയോം തത്സത്. ഇപ്പോൾ ഉള്ളം കൈകൾ രണ്ടും നന്നായി ഉരയ്ക്കുക. അവ നല്ലവണ്ണം ചൂടാവുമ്പോൾ കണ്ണുകളുടെ മേൽ വയ്ക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓം എന്നതിൽ 3 അക്ഷരങ്ങളുണ്ട്: ആ, ഉ, മ. ഓം എന്നത് 3 രീതികളിൽ ഉച്ചരിക്കാവുന്നതാണ്. ആദ്യം ആ ദീർഘമായും ഉ ഹ്രസ്വമായും മാ ഹ്രസ്വമായും ഉച്ചരിക്കാം. രണ്ടാമതായി ആ ഹ്രസ്വമായും ഊ ദീർഘമായും മാ ഹ്രസ്വമായും.
മൂന്നാമതായി ആ, ഉ എന്നിവ ഹ്രസ്വമായും മാ ദീർഘമായും. പ്രയോജനങ്ങൾ: ബോഡി മാനേജ്മെന്റ്. എപ്പോഴും വ്യായാമമോ യോഗാസനമോ ചെയ്യുന്നതിന് മുൻപ് ശരീരം അയവും വലിച്ചിലും കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ്. പൊതുവെ നമ്മുടെ ശരീരം വഴങ്ങിക്കൊടുക്കില്ല. ശരീരത്തിന്റെ അത്തരം അവസ്ഥയിൽ നിങ്ങൾ അഥവാ എന്തെങ്കിലും വ്യായാമം ചെയ്താലും വേദന അനുഭവപ്പെടാൻ ഇടയുണ്ട്. യോഗാസനം ചെയ്യാൻ തീരുമാനിച്ചാൽ 3 ദിവസം മുൻപ് തന്നെ നിങ്ങളുടെ ശരീരത്തെ അതിന് തയ്യാറാക്കണം. അതിനുശേഷം യോഗാസനം തുടങ്ങാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക: ഒരിക്കലും നിങ്ങളുടെ കഴിവിനുപരി ശ്രമിക്കരുത്. നമുക്ക് സാധിക്കുന്നിടത്തോളം മാത്രമേ ഏതൊരാസനവും ചെയ്യാൻ പാടുള്ളൂ. യോഗാസനത്തിൽ ഏതെങ്കിലും ആസനമോ പ്രാണായാമമോ ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെട്ടാൽ വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ പ്രാണായാമം ചെയ്യുന്നത് പോലെയും യോഗ പോലെയും വിശ്രമിക്കാനെടുക്കുന്ന സമയവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാണ്. കഴുത്തിന്റെ ചലനങ്ങൾ: കൈകൾ രണ്ടും അരക്കെട്ടിൽ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ മെല്ലെ കഴുത്ത് കുനിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കഴുത്ത് മെല്ലെ നിവർത്തുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കഴുത്ത് പുറകോട്ട് വളയ്ക്കുക. ഇത് 5 പ്രാവശ്യം ആവർത്തിക്കുക. ശ്വാസം ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് വലത് ഭാഗത്തേക്ക് തിരിക്കുക. നിങ്ങളുടെ താടി വലത് തോളിൽ തൊടുന്നതുപോലെ വയ്ക്കുക. മെല്ലെ ശ്വാസം വലിച്ച് കഴുത്ത് നേരെ കൊണ്ടുവരിക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. താടി ഇടത് തോളിൽ മുട്ടട്ടെ. ഈ അഭ്യാസം 5 തവണ ആവർത്തിക്കുക. ഇപ്പോൾ കഴുത്ത് നേരെയാണ്. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് വലത് ഭാഗത്തേക്ക് നന്നായി ചായ്ക്കുക. വലത് ചെവി വലത് തോളിൽ മുട്ടട്ടെ. തോൾ ഉയർത്താൻ പാടില്ല. കഴുത്തു മാത്രമേ ചായ്ക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ശ്വാസം വലിക്കുക. കഴുത്ത് നേരെ കൊണ്ടുവരിക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് ഇടത് ഭാഗത്തേക്ക് ചായ്ക്കുക. ഇടത് ചെവി ഇടത് തോളിൽ മുട്ടട്ടെ. ഇങ്ങനെ 5 പ്രാവശ്യം ആവർത്തിക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. ഇപ്പോൾ ശ്വാസം ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് താഴേക്ക് കുനിക്കുക. ശ്വാസം വലിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് കഴുത്ത് കറക്കി പിൻവശത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ ഉച്ഛ്വസിക്കുമ്പോൾ ഇടതുഭാഗത്ത് നിന്ന് കഴുത്ത് കറക്കി വളച്ച് മുൻവശത്തേക്ക് കൊണ്ടുവരിക. ഇതേപോലെ 5 തവണ കഴുത്തിങ്ങനെ കറക്കുക. പകുതി കറങ്ങുമ്പോൾ ശ്വാസം വലിക്കുക. അടുത്ത പകുതി കറങ്ങുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ക്ലോക്ക് വൈസായി 5 തവണയും ആന്റി ക്ലോക്ക് വൈസായി 5 തവണയും ചെയ്യുക. തോളിന്റെ ചലനം. ഈ പരിശീലനം ചെയ്യുമ്പോൾ തല കറങ്ങുന്നതുപോലെ ഒരുപക്ഷെ തോന്നിയേക്കാം. അതുകൊണ്ട് വിഷമിക്കേണ്ട. കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഈ പരിശീലനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ഈ സമയത്ത് കഴുത്തിലെ മാംസപേശികളിൽ ചലനമോ സ്പന്ദനമോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കഴുത്ത് അയഞ്ഞതായും ഫ്ലെക്സിബിളായും നിങ്ങൾക്ക് അനുഭവപ്പെടും. രക്തസമ്മർദ്ദം നോർമലായി കാണപ്പെടും. കാലുകൾ തോളുകളുമായി നേർരേഖയിൽ വരുന്നതുപോലെ അകത്തിവെക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ.
ഈ പരിശീലനത്തിൽ ശ്വാസോച്ഛ്വാസത്തിന് പ്രത്യേക രീതികളൊന്നും തന്നെയില്ല. ഇപ്പോൾ തോളുകൾ മുകളിലേക്ക് ഉയർത്തുക, ഉടനെ താഴെയിടുക. ഇങ്ങനെ കുറഞ്ഞത് 10 തവണയെങ്കിലും ചെയ്യുക. ഇപ്പോൾ തോളുകൾ വട്ടത്തിൽ കറക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഇറുക്കവും മടിയും കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെ 10 തവണ കറക്കിയതിനു ശേഷം ആന്റി ക്ലോക്ക് വൈസായി വീണ്ടും 10 തവണ കറക്കുക. തോളിന്റെയും നെഞ്ചിന്റെയും ചലനങ്ങൾ. 2 കൈകളും തോളിൽ വയ്ക്കുക. 2 കൈമുട്ടുകളും മുൻഭാഗത്തേക്ക് ചേർത്ത് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തി പിൻവശത്തേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ പിൻവശത്ത് നിന്ന് കറക്കി മുന്നിലേക്ക് കൊണ്ടുവരിക. 2 കൈമുട്ടുകളും മുൻവശത്ത് ഒന്നിച്ചു വരുന്നതുപോലെ ആകട്ടെ. ഈ പരിശീലനം 5 തവണ ചെയ്യുക. ആന്റി ക്ലോക്ക് വൈസായി 5 തവണ ആവർത്തിക്കുക. കൈകൾ താഴെ കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ശരീരം അയവുള്ളതായിരിക്കും. തോളിലെയും നെഞ്ചിലെയും മാംസപേശികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചലനമോ സ്പന്ദനമോ തോന്നിയാൽ ആ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. കൈകളുടെ ചലനം. കൈകൾ മുന്നിലേക്ക് നീട്ടുക. എല്ലാ വിരലുകളും നിവർന്നിരിക്കട്ടെ. കൈവിരലുകൾ മടക്കുമ്പോൾ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കി മുഷ്ടി ചുരുട്ടിയതുപോലെയാക്കുക. നന്നായി ഇറുക്കിപ്പിടിക്കുക. മെല്ലെ വിരലുകൾ തുറന്ന് വീണ്ടും ഇറുക്കിപ്പിടിച്ച് മടക്കുക. കൈമുട്ടുകൾ മടക്കാതെ വിരലുകൾ മാത്രം ഇങ്ങനെ ചലിപ്പിക്കുക. ഇങ്ങനെ 5 മുതൽ 10 തവണ വരെ ചെയ്യുക. ഇപ്പോൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച സ്ഥിതിയിൽ തന്നെ മണിബന്ധം മേലോട്ടും താഴോട്ടും ചലിപ്പിക്കുക. പിന്നീട് കൈമുട്ടുകൾ ഇങ്ങനെ ക്ലോക്ക് വൈസായും ആന്റി ക്ലോക്ക് വൈസായും ചലിപ്പിക്കുക. ഇങ്ങനെ 10 തവണ ആവർത്തിച്ചതിനു ശേഷം മൂടിയിരിക്കുന്ന വിരലുകൾ മേൽപോട്ട് തിരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കൈമുട്ട് ഉൾവശത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് ഉച്ഛ്വസിക്കേണ്ടതാണ്. വീണ്ടും കൈമുട്ട് ഉൾവശത്തേക്ക് തിരിക്കുക. ഈ പരിശീലനം 10 തവണ ചെയ്യുക. ഡംബലിംഗ് ചെയ്യുന്നതുപോലെ കൈമുട്ടുകൾ മടക്കി വീണ്ടും നേരെ പിടിക്കുക. വീണ്ടും മടക്കി നേരെ കൊണ്ടുവരിക. കൈപ്പത്തികൾ നന്നായി ഇറുക്കി മൂടിപ്പിടിക്കുക. മറക്കരുത്, ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ടെൻഷൻ അനുഭവപ്പെടുന്നതായിരിക്കും. 2 കൈകളും താഴെയിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കൈകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൈകളിൽ പ്രഷർ, പുൾ ഇവ അറിയാൻ കഴിയും. ഓരോ ശ്വാസവും മരുന്നാണെന്നും ശരീരത്തിലെ രോഗങ്ങൾ, സമ്മർദ്ദം, പിരിമുറുക്കം എന്നിവയെ അകറ്റുന്നു എന്നും വിശ്വസിക്കുക. അരക്കെട്ടിന്റെയും ഉദരത്തിന്റെയും ചലനം. 2 കൈകളും അരക്കെട്ടിൽ വയ്ക്കുക. പിന്നീട് കാലുകൾ അകത്തിവെച്ച് അവ തോളുകളുമായി നേർരേഖയിൽ വരുന്നതുപോലെ നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ അരക്കെട്ട് 10 തവണ ക്ലോക്ക് വൈസായി കറക്കുക. 10 തവണ ആന്റി ക്ലോക്ക് വൈസായും കറക്കുക. ഇങ്ങനെ 10 തവണ ചെയ്തതിനു ശേഷം അരക്കെട്ട് വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരാരോഗ്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനും ശാന്തി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അരക്കെട്ട് ശരിയായ രീതിയിൽ ചലിപ്പിക്കുന്നതിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. 2 വശങ്ങളിലേക്കും കുറഞ്ഞത് 10 തവണയെങ്കിലും ചലിപ്പിക്കണം. നൃത്തം ചെയ്യുമ്പോൾ ചലിപ്പിക്കുന്നത് പോലെയാണ് അരക്കെട്ട് ചലിപ്പിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ നല്ല തമാശയായിരിക്കുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അരക്കെട്ടിനും ഉദരഭാഗത്തിനും മാത്രമല്ല, ഇടുപ്പിലും തുടകളിലുമുള്ള മാംസപേശികളെയും നാം ചലിപ്പിക്കുന്നു. മുട്ടുകളുടെ ചലനം. കാലുകൾ 2 ഒന്നിച്ചു ചേർത്ത് മുട്ടുകൾ അല്പം മടക്കുക. 2 കൈകളും മുട്ടുകളിന്മേൽ വെച്ച് കാൽമുട്ടുകൾ വട്ടത്തിൽ കറക്കുക. ഇങ്ങനെ 7 അല്ലെങ്കിൽ 8 തവണ ക്ലോക്ക് വൈസായി കറക്കുക. പിന്നീട് ആന്റി ക്ലോക്ക് വൈസായി കറക്കുക. ഈ അഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കാലുകൾ തോളുകളുമായി നേർരേഖയിൽ വരുന്നതുപോലെ നിന്നിട്ട് റിലാക്സ് ചെയ്യുക. കാലുകളുടെ ചലനം. നന്നായി നിവർന്നു നിൽക്കുക. വലതുകാൽ മുകളിലേക്ക് ഉയർത്തുക. ഇടത് കൈകൊണ്ട് വലത് പാദത്തെ തൊടുക. അതേപോലെ ഇടതുകാൽ ഉയർത്തിയിട്ട് വലത് കൈകൊണ്ട് ഇടത് പാദത്തെ തൊടുക. നിങ്ങൾക്ക് പാദത്തെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, നിർബന്ധപൂർവം ചെയ്യരുത്. വളരെ ശ്രദ്ധാപൂർവം 5 തവണ ഇത് ആവർത്തിച്ചിട്ട് റിലാക്സ് ചെയ്യുക.
റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ അഭ്യാസം ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിയും അതേപോലെ തന്നെ രക്തസഞ്ചാരവും അല്പം വർദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരുതരം വിറയലും അസ്വസ്ഥതയും തോന്നിയേക്കാം. ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണുകൾ അടയ്ക്കുക. ശ്വാസഗതി പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ വലത് കാൽ ഉയർത്തി വലത് കൈയാൽ തൊടാൻ ശ്രമിക്കുക. അതേപോലെ ഇടതുകാൽ ഉയർത്തി ഇടത് കൈയാൽ തൊടാൻ ശ്രമിക്കുക. ഓരോ വശത്തും 5 തവണ ഇത് ആവർത്തിക്കുക. പിന്നീട് റിലാക്സ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. വലതുകാൽ മടക്കി ഉയർത്തുക. കാൽമുട്ടിൽ പിടിച്ച് ഉദരഭാഗത്തേക്ക് കൊണ്ടുവന്ന് അമർത്തുക. ഇതേപോലെ ഇടതുകാൽ മടക്കി ഉയർത്തുക. ഇടത് കാൽമുട്ടിൽ പിടിച്ച് ഉദരഭാഗത്തേക്ക് കൊണ്ടുവന്ന് അമർത്തുക. ഇങ്ങനെ 5 തവണ ആവർത്തിക്കുക. പിന്നീട് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായിത്തീരും. അടുത്ത എക്സസൈസിന് തയ്യാറാവുക. വലതുകാൽ പിൻഭാഗത്തേക്ക് മുട്ടിൽ നിന്ന് മടക്കുക. വലത് കൈകൊണ്ട് കാലിൽ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യുക. ഇടതുകാലിലും ഇതേപോലെ തന്നെ ആവർത്തിക്കുക. ഈ അഭ്യാസം 2 വശത്തും 5 തവണ ചെയ്യുക. റിലാക്സ് ചെയ്യുക. ശരീരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബോഡി മാനേജ്മെന്റിന്റെ സമയത്ത് ഓരോ സന്ധികളും അയവുള്ളതും വളഞ്ഞു കൊടുക്കുന്നതുമായി മാറുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും അതുപോലെ ഹൃദ്രോഗങ്ങളും ഉള്ളവർക്ക് ബോഡി മാനേജ്മെന്റ് യോഗാസനത്തിലെ ഏറ്റവും നല്ല അഭ്യാസമാണ്. ഇപ്പോൾ നാം ബോഡി മാനേജ്മെന്റിനെ പറ്റിയാണ് കണ്ടത്. തല മുതൽ കാല് വരെയുള്ള ഓരോ സന്ധികളും ഇപ്പോൾ അയവുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആസനങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സൂര്യ നമസ്കാരം. ഇപ്പോൾ യോഗാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാസനം നമുക്ക് പഠിക്കാം. അതാണ് സൂര്യ നമസ്കാരം. ഇതിൽ നോക്കിയാൽ മൊത്തം 9 ആസനങ്ങളുണ്ട്. ഇവയിൽ നിന്ന് 5 ആസനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഇതിൽ 2 ആസനങ്ങൾ ആരുടെ മേൽനോട്ടവും ഇല്ലാതെ ചെയ്യാം. ഈ സൂര്യ നമസ്കാരത്തിൽ 12 മന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു. ഇതിനൊടുവിൽ എല്ലാ ദൈവങ്ങളെയും വന്ദിക്കുന്നു. ഇപ്പോൾ നമുക്ക് സൂര്യ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാം. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയാൽ ഉടനെ തന്നെ കണ്ണുകൾ തുറന്നു പിടിക്കേണ്ടതാണ്. ഇനി ഓർമ്മിക്കേണ്ടത് ഇതാണ്: നിങ്ങളെക്കൊണ്ട് കഴിയുന്നിടത്തോളം മാത്രം ചെയ്താൽ മതി. സൂര്യ നമസ്കാരം. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. 2 കൈകളും ചേർത്ത് പിടിച്ച് കൈകൂപ്പി നിൽക്കുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് പിന്നിൽ അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം നന്നായി ആഞ്ഞു വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുക: ഓം ഹ്രാം മിത്രായ നമഃ. മെല്ലെ കൈകൾ താഴെയിടുക. ശ്വാസം വലിക്കുമ്പോൾ 2 കൈകളും മുകളിലേക്ക് കൊണ്ടുപോവുക. ഉച്ഛ്വസിക്കുമ്പോൾ അരക്കെട്ടിൽ നിന്ന് പിന്നിലേക്ക് വളയുക. വിശുദ്ധി ചക്രത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് കഴുത്തിനു പിന്നിലാണുള്ളത്. ഈ ആസനത്തിന്റെ പേര് ഹസ്ത ഉത്താനാസനം എന്നാണ്. ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് ഉദരഭാഗത്തുള്ള കൂടുതൽ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കും. തോളിലും കൈത്തണ്ടുകളിലുമുള്ള മാംസപേശികൾക്ക് നല്ല വ്യായാമം ലഭിക്കാൻ സഹായകമാണിത്. ശ്വാസം ആഞ്ഞു വലിച്ച് മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രീം രവയേ നമഃ. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് നിവർന്നു നിൽക്കുക. പിന്നീട് കുനിഞ്ഞ് 2 കൈകൾ കൊണ്ടും 2 പാദങ്ങളെയും തൊടുക. പാദഹസ്താസനത്തിൽ ശ്രദ്ധ മുഴുവനും തൊപ്പിളിന് പുറകിലുള്ള മണിപ്പൂര ചക്രത്തിലായിരിക്കണം. മാത്രമല്ല ഇടുപ്പ്, ഉപ്പൂറ്റി എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഈ ആസനം മൂലം ശമനം ലഭിക്കുന്നതാണ്. കൂടാതെ കൊഴുപ്പും കുറയും, ദഹനക്കേടും ഉണ്ടാവുകയില്ല. ഉച്ഛ്വസിക്കുമ്പോൾ മന്ത്രമുച്ചരിക്കുക. ഓം ഹ്രൂം സൂര്യായ നമഃ. ഇനി കാൽമുട്ടുകൾ മടക്കി 2 കൈകളും 2 പാദങ്ങളുടെ അരികിൽ വയ്ക്കുക. ഇപ്പോൾ ഇടതുകാൽ പിറകിലേക്ക് പരമാവധി നീട്ടിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൈകൾ ഉയർത്തി, ഉച്ഛ്വസിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി കൈകൾ പുറകിലേക്ക് വളയ്ക്കുക. ഇത് അശ്വസഞ്ചാലനാസനമാണ്. ഇതിൽ പുരികമധ്യത്തിൽ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അതിന്റെ പിന്നിലാണ് ആജ്ഞാചക്രം ഉള്ളത്. ഈ ആസനം കാലിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. ഉദരഭാഗങ്ങൾക്കും വളരെ നല്ല വ്യായാമമാണ്.
ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ॐ ह्रीं भानवे नमः. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മുന്നിലിരിക്കുന്ന കാൽ പിന്നിലേക്ക് കൊണ്ടുപോയി സ്ലൈഡ് പോലത്തെ ആകൃതിയിൽ നിൽക്കുക. ഈ ആസനത്തിന്റെ പേര് വിവാദ പ്രചാരണാസനം എന്നാണ്. കാൽമുട്ടുകളിൽ നിന്ന് കാലുയർത്തുക. ശരീരത്തിന്റെ ഭാരം കൈപ്പത്തികളും കാൽവിരലുകളുമാണ് താങ്ങുന്നത്. ഈ സമയത്ത് കഴുത്ത് നേരെയായിരിക്കണം. പൂർണ്ണ ശ്രദ്ധയും നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാര ചക്രത്തിലായിരിക്കണം. ശ്വാസം നന്നായി വലിച്ച് മന്ത്രമുച്ചരിക്കുക. ॐ ह्रौं खगाय नमः. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിൽ തന്നെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയിൽ ബാലൻസ് ചെയ്യുക. കൈകളുടെ പൊസിഷൻ മാറ്റേണ്ടതില്ല. ഉച്ഛ്വസിക്കുമ്പോൾ നെറ്റി തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. തൊപ്പിളിന് പിന്നിൽ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആസനം ഇടുപ്പിനും ജനനേന്ദ്രിയങ്ങൾക്കുമിടയിലുള്ള മാംസപേശികൾക്ക് ഫലപ്രദമായിരിക്കും. ദഹനക്കേട് അകറ്റുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഈ ആസനം വളരെ നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ॐ रः पुष्णे नमः. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അരക്കെട്ടിന് മുകളിൽ ശരീരം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ നെഞ്ച് 2 കൈകൾക്കുമിടയിലായിരിക്കുന്നതുപോലെ വയ്ക്കുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. താടി തറയിൽ മുട്ടട്ടെ. സൂര്യ നമസ്കാരത്തിലെ ഒരു പ്രധാന ആസനമാണിത്. ഇതിന്റെ പേര് അഷ്ടാംഗാസനം എന്നാണ്. ഈ ആസനത്തിൽ ശരീരത്തിലെ 8 ഭാഗങ്ങൾ തറയിൽ മുട്ടുന്നുണ്ട്. താടി, നെഞ്ച്, കൈപ്പത്തികൾ, കാൽമുട്ടുകൾ, പാദങ്ങൾ എന്നിവ. ഉദരവും ഇടുപ്പും പൊങ്ങി നിൽക്കുന്നു. അവയുടെ മേൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മന്ത്രമുച്ചരിക്കുക. ॐ ह्रां हिरण्यगर्भाय नमः. ശ്വാസം ആഞ്ഞു വലിക്കുക. മെല്ലെ ശരീരം മുഴുവനും തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ശിരസ് തലയിൽ വയ്ക്കുക. 2 കാലുകളും ഒന്നിച്ചു വയ്ക്കുക. 2 കൈകളും തോളിനരികെ ആയിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരത്തിന്റെ മേൽഭാഗം ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് പിന്നിലേക്ക് ചായ്ക്കുക. കഴുത്ത് പിന്നിൽ തന്നെ ആയിരിക്കട്ടെ. കണ്ണുകളടച്ച് സാധാരണഗതിയിൽ ശ്വസിക്കുക. നട്ടെല്ലിൽ പുൾ, ടെൻഷൻ എന്നിവ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാദിഷ്ഠാന ചക്രം അവിടെയാണുള്ളത്. ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ ആസനം ചെയ്താൽ ഭേദമാകും. നട്ടെല്ല് ഫ്ലെക്സിബിളാകുന്നു. രക്തസഞ്ചാരം സംബന്ധിച്ച പ്രശ്നങ്ങളും മാറും. മന്ത്രമുച്ചരിക്കാം. ॐ ह्रीं मरीचये नमः. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കഴുത്ത് നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ശരീരം തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. ഇതോടെ ഭുജംഗാസനം അവസാനിക്കുന്നു. പാദങ്ങൾ ഉയർത്തുക. 2 കൈകളും തോളുകളുടെ അരികിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം മുഴുവനും ഒരു മലയുടെ ആകൃതിയിൽ ഉയർത്തുക. തലയിൽ നെറുകയിൽ പൂർണ്ണശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിന്റെ പേര് പർവ്വതാസനം എന്നാണ്. ഇത് ശരീരത്തിലെ മാംസപേശികളെ ദൃഢപ്പെടുത്തുന്നു. മന്ത്രമുച്ചരിക്കുക. ॐ ह्रूं आदित्याय नमः. മെല്ലെ കാൽമുട്ടുകൾ തറയിൽ വയ്ക്കുക. പാദങ്ങളുടെ മേൽഭാഗവും തറയിലായിരിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. കൈകൾ മുന്നിലേക്ക് നീട്ടിത്തന്നെ ഇരിക്കട്ടെ. തൊപ്പിളിന് പിന്നിലുള്ള മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മന്ത്രമുച്ചരിക്കുക. ॐ ह्रीं सवित्रे नमः. ഇപ്പോൾ വലതുകാൽ 2 കൈകളുടെയും നടുവിൽ വയ്ക്കുക. ശ്വാസം വലിച്ച് 2 കൈകളും ഉയർത്തി ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് മെല്ലെ ചായുക. പുരികമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽവിരലുകൾ നേരെ നിവർന്നിരിക്കട്ടെ. അങ്ങനെ കുറച്ചുനേരം നിൽക്കുക. മന്ത്രം ഉച്ചരിക്കുക. ॐ ह्रौं
अर्काय नमः മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും നേരെ പിടിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. സാധാരണഗതിയിൽ ശ്വസിക്കുക. പിന്നിലുണ്ടായിരുന്ന കാൽ മുന്നിലേക്ക് കൊണ്ടുവരിക. കാലുകൾ നേരെ വയ്ക്കുക. ഈ ആസനത്തിന്റെ പേരാണ് പാദഹസ്താസനം. തലയിലെ നെറുകയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് സഹസ്രാര ചക്രത്തിൽ. ഈ ആസനം നട്ടെല്ലിനെ ഫ്ലെക്സിബിളാക്കുന്നു, രക്തചംക്രമണത്തെ നേരെയാക്കുന്നു. ഇപ്പോൾ നമുക്ക് മന്ത്രമുച്ചരിക്കാം. ॐ रः भास्कराय नमः ശ്വാസമുള്ളിലേക്ക് വലിച്ച് 2 കൈകളും ഒന്നിച്ചു മുകളിലേക്ക് ഉയർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ പിന്നിലേക്ക് വളഞ്ഞുകൊടുക്കുക. അതായത് ഹസ്ത ഉത്താനാസനം പോലെ തന്നെ ചെയ്യുക. ഈ നിലയിൽ കുറച്ചുനേരം തുടർന്നു നിൽക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും തൊണ്ടയുടെ പിന്നിലുള്ള വിശുദ്ധി ചക്രത്തിൽ ചെലുത്തുക. ഈ ആസനം ചെയ്യുമ്പോൾ മന്ത്രം ഉച്ചരിക്കേണ്ടതില്ല. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ നേരെ വയ്ക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ മന്ത്രം ഉച്ചരിക്കുക. ॐ सर्वेभ्यो देवेभ्यो नमः മെല്ലെ കൈകൾ താഴെയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. ശരീരം അയവുള്ളതാക്കുക. ടെൻഷൻ അറിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും മരുന്നാണെന്നും ഉച്ഛ്വസിക്കുമ്പോൾ രോഗങ്ങളെയും പിരിമുറുക്കങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നും സങ്കൽപ്പിച്ചുകൊള്ളുക. സൂര്യ നമസ്കാരം ടൈപ്പ് 2. ചില സമയത്ത് ദീർഘസമയം പിടിക്കുന്ന സൂര്യ നമസ്കാരം ചെയ്യുന്നത് മടുപ്പ് തോന്നിച്ചേക്കാം. അതുകൊണ്ട് ലഘുവായ രീതിയിൽ നമുക്കിത് ചെയ്യാം. 12 തവണ ഇത് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. പക്ഷേ ശരീരം സഹകരിച്ചാൽ മാത്രം. ഇല്ലെങ്കിൽ 3 തവണ തൊട്ട് തുടങ്ങിയിട്ട് ദിവസവും എണ്ണം കൂട്ടുക. സോ കമോൺ, ഇന്ന് സൂര്യ നമസ്കാരത്തിന്റെ 12 സ്റ്റെപ്പുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സൂര്യ നമസ്കാരം ടൈപ്പ് 2. ഇപ്പോൾ നമുക്ക് സൂര്യ നമസ്കാരം വേഗത്തിൽ ചെയ്യാം. നിങ്ങളുടെ ശരീരം സഹായിച്ചാൽ 12 നമസ്കാരങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ തുടക്കത്തിൽ 3 എണ്ണം ചെയ്തു തുടങ്ങിയിട്ട് ഓരോ ദിവസമോ ഓരോ ആഴ്ചയോ സാവധാനം എണ്ണം കൂട്ടിക്കൊണ്ടുപോകാം. 12 സ്റ്റെപ്സ് നമുക്കിപ്പോൾ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഒന്ന്, 2, 3, 4, 5,
6 7 8 9 10 11 12 ഓരോ നമസ്കാരത്തിന് ശേഷവും ഇനി പറയുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കുക. ॐ ह्रां मित्राय नमः। ॐ ह्रीं रवये नमः। ॐ ह्रूं सूर्याय नमः। ॐ ह्रैं भानवे नमः। ॐ ह्रौं खगाय नमः। ॐ रः पुष्णे नमः। ॐ ह्रां हिरण्यगर्भाय नमः। ॐ ह्रीं मरीचये नमः। ॐ ह्रूं आदित्याय नमः। ॐ ह्रैं सवित्रे नमः। ॐ ह्रौं अर्काय नमः। ॐ रः भास्कराय नमः। ॐ सर्वेभ्यो देवेभ्यो नमः। പ്രയോജനങ്ങൾ. തടാസനം. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. പിന്നീട് ഉപ്പൂറ്റുകളും ഇതേപോലെ ഉയർത്തുക. ശ്വാസം ആഞ്ഞു വലിക്കുക. കൈകൾ പരമാവധി നന്നായി ഉയർത്തുക. ശരീരം പൂർണ്ണമായി മുകളിലേക്ക് വലിഞ്ഞുകൊള്ളട്ടെ. ബാലൻസ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2 കൈകളും നന്നായി വിരിച്ച് വിരലുകൾ മേൽപോട്ട് ഉയർത്തുക. പിന്നീട് ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടച്ച് ശരീരം അയഞ്ഞതാക്കുക. ഈ അഭ്യാസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടാവുന്നില്ല. ശ്വാസഗതി നോർമലായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു പുതിയ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതായി അറിയാൻ സാധിക്കും. മടിയും ഉത്സാഹമില്ലായ്മയും കുറയും. പിരിമുറുക്കം കുറയുന്നു. രക്തസഞ്ചാരം നോർമലാകുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കൂ. പ്രയോജനങ്ങൾ. പാദഹസ്താസനം. നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ആസനം പ്രത്യേകിച്ചും വണ്ണം കുറയ്ക്കാനും കൊഴുപ്പിന്റെ അംശത്തെ കുറയ്ക്കാനും ഉള്ളതാണ്. എനിക്കും ഇത് ബാധകമാണ്, ശരിയല്ലേ? പാദഹസ്താസനം. മുതുകുവേദനയോ നട്ടെല്ലിന് പ്രശ്നങ്ങളോ ഉള്ളവർ ഈ ആസനം ചെയ്യുന്നത് ഒഴിവാക്കുക. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ശ്വാസം നന്നായി ആഞ്ഞു വലിച്ചുകൊണ്ട് 2 കൈകളും തലയ്ക്ക് മുകളിലേക്ക് നേരെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മെല്ലെ കുനിഞ്ഞ് 2 കൈകൾ കൊണ്ടും പാദങ്ങളിൽ തൊടുക. നിർബന്ധപൂർവ്വം തൊടാൻ ശ്രമിക്കരുത്. നിങ്ങളാൽ കഴിയുന്നത്ര മാത്രമേ വളഞ്ഞുകൊടുക്കാൻ പാടുള്ളൂ. സ്വാധിഷ്ഠാന ചക്രത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. അത് തൊപ്പിളിൽ നിന്നും 4 വിരൽ താഴെ നട്ടെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. കഴിവിന്റെ പരമാവധി കുനിഞ്ഞു നിൽക്കുക. ശ്വാസം വലിക്കുമ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. പിന്നീട് മെല്ലെ താഴേക്ക് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ അകത്തി തോളുകളുമായി നേർരേഖയിലാക്കി വയ്ക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കുക. പ്രയോജനങ്ങൾ.
ഹസ്ത ഉത്താനാസനം യോഗാസന പരിശീലനത്തിൽ ഓപ്പോസിറ്റ് ആസനം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. പാദഹസ്താസനം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് രക്തസഞ്ചാരത്തെ വ്യാപിപ്പിക്കാൻ നാം സഹായിക്കുന്നു. രക്തസഞ്ചാരത്തെ നേരെയാക്കുവാനായി നാം ശരീരത്തെ പിൻഭാഗത്തേക്ക് വളയ്ക്കണം. അതിന് ഹസ്ത ഉത്താനാസനം പഠിക്കേണ്ടതാണ്. കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൈകൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും ഉയർത്തുക. കഴുത്ത് കൈകളുടെ മധ്യത്തിലായിരിക്കട്ടെ. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസഗതി സാധാരണ പോലെ ആയിരിക്കട്ടെ. ഈ ആസനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും വിശുദ്ധിചക്രത്തിൽ കേന്ദ്രീകരിക്കേണ്ടതാണ്. വിശുദ്ധിചക്രം തൊണ്ടയുടെ പിറകിലായി നട്ടെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കഴുത്തിന്റെ നേരെ പിറകിലാണ് വിശുദ്ധിചക്രം ഉള്ളത്. ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളാൽ സാധിക്കുന്നിടത്തോളം ഇതേ നിലയിൽ തുടരുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ശരീരം അയവുള്ളതായിരിക്കട്ടെ. കണ്ണുകൾ അടച്ച് കാലുകൾ തോളുകളുമായി നേർരേഖയിൽ വരത്തക്കവണ്ണം ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ: പരിവർത്തിത ത്രികോണാസനം. നിങ്ങളുടെ നട്ടെല്ലിന് പ്രശ്നമെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആസനം വളരെ ശ്രദ്ധയോടെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാലുകൾ കഴിയുന്നിടത്തോളം അകറ്റിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും തോളുകളുമായി നേർരേഖയിൽ കൊണ്ടുവരിക. ഉച്ഛ്വസിക്കുമ്പോൾ മുന്നോട്ട് കുനിയുക. വീണ്ടും ശ്വസിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ വലത് കൈകൊണ്ട് ഇടത് കണങ്കാൽ തൊടുക. നിങ്ങളുടെ കണ്ണുകൾ ഉയർന്നിരിക്കുന്ന ഇടത് കൈയിലായിരിക്കണം. ഈ നിലയിൽ അല്പസമയം തുടരുക. ശ്വാസഗതി സാധാരണ പോലെ തന്നെ ആയിരിക്കട്ടെ. ഇനി ശ്വാസം വലിച്ച് വീണ്ടും ശരീരം സെന്ററിലേക്ക് കൊണ്ടുവരിക. ഉച്ഛ്വസിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് വലത് കണങ്കാൽ തൊടാൻ ശ്രമിക്കുക. കണ്ണുകൾ ഉയർന്നിരിക്കുന്ന വലത് കൈയിലായിരിക്കണം. ഈ നിലയിൽ അല്പസമയം തുടരുക. പിന്നീട് ഇത് ആവർത്തിക്കുക. ഇത് കുറഞ്ഞത് 5 തവണയെങ്കിലും ചെയ്യണം. കഴിയുന്നിടത്തോളം ചെയ്യുക. പിന്നീട് റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ: അർദ്ധകടിയ ചക്രാസനം. ഇതുവരെ നാം നമ്മുടെ നട്ടെല്ല് മുൻപോട്ടും പിറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വളച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആസനത്തിൽ നാം നമ്മുടെ നട്ടെല്ല് ട്വിസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നു. ഇതിന്റെ പേരാണ് അർദ്ധകടിയ ചക്രാസനം. അർദ്ധകടിയ ചക്രാസനം. നിങ്ങൾക്ക് നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യോഗാചാര്യന്റെയോ ഡോക്ടറിന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഈ ആസനം ചെയ്യുക. കാലുകൾ തോളുകളുമായി നേർരേഖയിലായിരിക്കത്തക്കവണ്ണം അകത്തിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 2 കൈകളും തോളുകൾക്ക് നേരെ നീട്ടുക. സാവധാനം ഉച്ഛ്വസിച്ച് വലത് കൈ ഇടുപ്പിനോട് ചേർത്ത് വയ്ക്കുക. ഇടത് കൈ വലത് തോളിന്റെ മേൽ വയ്ക്കുക. കഴുത്ത് വലത്തോട്ട് തിരിക്കുക. ഇടുപ്പിന്റെ വലത് ഭാഗം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇടത് കൈകൊണ്ട് അമർത്തി പിന്നോട്ട് കൊണ്ടുപോവുക. ശ്വാസം സാധാരണഗതിയിലായിരിക്കട്ടെ. നിങ്ങളുടെ ഇടുപ്പിൽ ഒരു ട്വിസ്റ്റ് അനുഭവപ്പെടും. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും അവിടെ കേന്ദ്രീകരിക്കുക. കഴിയുന്നിടത്തോളം ഇതേ നിലയിൽ തുടരുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും മുന്നിലേക്ക് കൊണ്ടുവരിക. ഉച്ഛ്വസിച്ച് മറുഭാഗത്തും ഇതേ പരിശീലനം ആവർത്തിക്കുക. നിന്നുകൊണ്ട് ഈ ആസനം ചെയ്തതിന് ശേഷം 2 വശങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് അമിതമുള്ള കൊഴുപ്പ് നീക്കം ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്ര ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഉച്ഛ്വസിക്കുമ്പോൾ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക.
പ്രയോജനങ്ങൾ. പൂർണ്ണകട്ടിയ ചക്രാസനം. ഈ ആസനം പ്രത്യേകിച്ച് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിന്റെ പേര് പൂർണ്ണകട്ടിയ ചക്രാസനം എന്നാണ്. നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരോ തലകറക്കമുള്ളവരോ ഈ ആസനം ചെയ്യാൻ പാടില്ല. കാലുകൾ പരമാവധി അകത്തി വയ്ക്കുക. ശ്വസിക്കുക. കൈകൾ മുകളിലേക്കുയർത്തുക. 2 കൈകളും തമ്മിൽ കോർത്തുപിടിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് അരക്കെട്ടിൽ നിന്ന് താഴോട്ട് കുനിയുക. ഇനി ശ്വസിക്കുക. വലതുപാദത്തിൽ തൊട്ടുകൊണ്ട് അരക്കെട്ട് നന്നായി പിന്നിലേക്ക് തിരിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് അരക്കെട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇടതുപാദം തൊട്ടുകൊണ്ട് മുന്നിലേക്ക് തിരിഞ്ഞു വരിക. ഇങ്ങനെ കുറഞ്ഞത് 3 തവണ ക്ലോക്ക് വൈസായും 3 തവണ ആന്റി ക്ലോക്ക് വൈസായും ചെയ്യുക. കഴിയുന്നിടത്തോളം ചെയ്തതിനു ശേഷം ശരീരം സെന്ററിലേക്ക് കൊണ്ടുവന്ന് പിന്നെ നിർത്തുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ രണ്ടും ഉയർത്തുക. ഉച്ഛ്വസിച്ചുകൊണ്ട് 2 കൈകളും മെല്ലെ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. 2 കാലുകളും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ. അഗ്നിസാരക്രിയ. ഈ ആസനം പ്രധാനമായും പ്രമേഹ രോഗികൾക്കായി ഉള്ളതാണ്. അധികമുള്ള കലോറികൾ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അഗ്നിസാരക്രിയ. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ആസിഡിറ്റി, രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുള്ളവർ ഈ ആസനം ചെയ്യരുതെന്ന് ഓർമ്മിക്കുക. വയറ്റിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യാം. 2 കാലുകളും തോളുകളുമായി നേർരേഖയിലാക്കി അകത്തിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അടക്കിപ്പിടിക്കുക. ചെറുതായി ഒന്ന് കുനിയുക. കൈപ്പത്തികൾ കാൽമുട്ടുകളിന്മേൽ വയ്ക്കുക. വയറ് ഇങ്ങനെ ഉള്ളിലേക്കും വെളിയിലേക്കും കൊണ്ടുവരിക. കഴിയുന്നിടത്തോളം ഇങ്ങനെ ചെയ്യുക. ശരീരം നല്ല സ്ഥിരതയോടെ വെച്ചുകൊണ്ട് പിന്നീട് ശ്വാസം പുറത്തേക്ക് വിടുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. ശരീരം അയവുള്ളതാക്കുക. റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ. ഉഡ്യാനബന്ധം. നിങ്ങളുടെ അമിതമായ കൊഴുപ്പിനും പ്രമേഹ രോഗത്തിനും ഫലപ്രദമായ ഒരു ആസനമാണിത്. ഈ ആസനം ചെയ്യാൻ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും തയ്യാറാകുന്നതുവരെ മറ്റുള്ള ആസനങ്ങളും ബ്രീതിംഗ് എക്സസൈസും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഓർമ്മിക്കുക, ഈ ആസനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വയറ്റിലൊന്നും ഉണ്ടായിരിക്കരുത്, ശുദ്ധവുമായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഉഡ്യാൻ ബന്ധം. രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ആസിഡിറ്റി, വയറ്റിൽ മുറിവ് എന്നിവയുള്ളവരും ഗർഭിണികളും ഈ ആസനം ചെയ്യരുത്. ആദ്യമായി കാലുകൾ തോളുകളുമായി നേർരേഖയിലുള്ളതുപോലെ അകത്തിവെക്കുക. ശ്വാസം ആഞ്ഞുവലിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നെഞ്ചും വയറും നന്നായി ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അല്പം മുന്നോട്ട് കുനിയുക. 2 കൈപ്പത്തികളും കാൽമുട്ടുകളുടെ മേൽ വയ്ക്കുക. ഉച്ഛ്വസിക്കുക. നന്നായി ഉച്ഛ്വസിച്ചതിന് ശേഷം വയറ് നന്നായി ഉള്ളിലേക്ക് വലിക്കുക. വയറ് മുതുകിനോട് ചേരുന്നത് പോലുള്ള രീതിയിൽ വേണം ഉള്ളിലേക്ക് വലിക്കുവാൻ. കഴിയുന്നിടത്തോളം ഇതേ പോസിൽ തുടരുക. സാവധാനം വയറും ശരീരവും അയവുള്ളതാക്കുക. ഈ പരിശീലനം തുടർന്ന് ചെയ്യുക. ഇരിക്കുമ്പോഴും ഈ ആസനം ചെയ്യാവുന്നതാണ്.
പ്രയോജനങ്ങൾ. കുക്കുടാസനം അല്ലെങ്കിൽ കുർസിയാസനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യോഗാസനം എന്നത് ഒരു പ്രത്യേകതരം പരിശീലനമാണ്. മനുഷ്യൻ ചെയ്യുന്ന നിസ്സാര ജോലികൾക്ക് പോലും അത് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ ഇരിക്കുന്നത് പോലും ആസനമാണെന്ന് പറയപ്പെടുന്നത്. ഈ ആസനത്തിന്റെ പേര് കുക്കുടാസനം അല്ലെങ്കിൽ കുർസിയാസനം. ഇതോർമ്മിക്കുക, എപ്പോഴാണെങ്കിലും യോഗാസനം ചെയ്യാനായി നിങ്ങൾ ഇരിക്കുമ്പോൾ കുക്കുടാസനത്തിലോ കുർസിയാസനത്തിലോ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. നാം കുക്കുടാസനം ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റുകൾ ഉയർന്നിരിക്കും. അതുപോലെ കുർസിയാസനം ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റുകൾ തറയിൽ പതിഞ്ഞിരിക്കും. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ചുരുക്കത്തിൽ ഈ രണ്ട് ആസനങ്ങളും ഒരേപോലെ തന്നെയാണ്. കുക്കുടാസനം അല്ലെങ്കിൽ കുർസിയാസനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, യോഗാഭ്യാസം എന്നത് സവിശേഷമായ ഒരു പരിശീലനമാണ്. മനുഷ്യന്റെ ഒരു നിസ്സാര ജോലിക്ക് പോലും അത് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ ഇരിക്കുന്നത് പോലും യോഗാസനത്തിൽ ഒരാസനമായി പറയപ്പെടുന്നത്. ഇതിന്റെ പേരാണ് കുക്കുടാസനം അല്ലെങ്കിൽ കുർസിയാസനം. ഏതൊരാസനം ചെയ്യുവാനായി ഇരുന്നാലും ഈ പോസ്റ്ററിൽ മാത്രം ഇരിക്കുക. മുട്ടുവേദനയുള്ളവരും കാലുകളിൽ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളവരും ഈ ആസനം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് തോളിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുവരിക. ഉപ്പൂറ്റുകൾ രണ്ടും ഉയർന്നിരിക്കട്ടെ. ഉച്ഛ്വസിക്കുമ്പോൾ മെല്ലെ താഴെ ഇരിക്കുക. ഉപ്പൂറ്റി ഉയർന്നു തന്നെ ഇരിക്കട്ടെ. താഴെ ഇരുന്നിട്ട് 2 കാൽമുട്ടുകളെയും കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് താടിയോ തലയോ കാൽമുട്ടിൽ തൊടുന്നതുപോലെ ചെയ്യുക. നന്നായി ഉച്ഛ്വസിക്കുക. വയറുള്ളിലേക്ക് വലിച്ച് നന്നായി ഉച്ഛ്വസിക്കുക. ഇപ്പോൾ മെല്ലെ യാതൊരു സപ്പോർട്ടുമില്ലാതെ ഇരിക്കുക. ഈ ആസനം ചെയ്യുമ്പോൾ ഉപ്പൂറ്റുകൾ ഉയർന്നിരിക്കും. കുർസിയാസനം ചെയ്യുമ്പോൾ ഉപ്പൂറ്റുകൾ തറയിൽ പതിഞ്ഞിരിക്കും. അതായത് പാദങ്ങൾ ഫ്ലാറ്റായി പതിഞ്ഞിരിക്കും. മറ്റ് പരിശീലന രീതികളിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഈ ആസനത്തിന് ശേഷം വജ്രാസനം, സുഖാസനം, പത്മാസനം എന്നിങ്ങനെയുള്ള ഏത് പോസ്റ്ററിലും റിലാക്സ് ചെയ്യാവുന്നതാണ്. ചക്കി ചലാന. നട്ടെല്ലിന് മുറിവുള്ളവരും ഉദരഭാഗത്ത് ശസ്ത്രക്രിയ നടന്നിട്ടുള്ളവരും ഈ അഭ്യാസം ചെയ്യരുത്. ഇവയല്ലാതെ മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം ചെയ്യുക. 2 കാലുകളും നിങ്ങളുടെ നേരെ നീട്ടുക. കാലുകൾ പരമാവധി അകത്തി വയ്ക്കുക. 2 കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കോർത്തു പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വലതുകാലിന്റെ തള്ളവിരലിൽ തൊട്ടിട്ട് ശരീരം പിന്നിലേക്ക് വളയ്ക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് ഇടതുകാലിലെ തള്ളവിരലിൽ തൊട്ട് ശരീരം മുന്നിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പകുതി വട്ടത്തിലും ഉച്ഛ്വസിക്കുമ്പോൾ പകുതി വട്ടത്തിലും കറങ്ങുക. ഈ അഭ്യാസം തുടക്കത്തിൽ 5 തവണ ചെയ്യാവുന്നതാണ്. സാവധാനം എണ്ണം വർദ്ധിപ്പിക്കാം. പരമാവധി 10 തവണ ചെയ്യാവുന്നതാണ്. പ്രയോജനങ്ങൾ. വജ്രാസനം. നാം ഇപ്പോൾ ആർക്കും ഏത് നേരത്തും ഏത് സാഹചര്യത്തിലും ചെയ്യാൻ സാധിക്കുന്ന ഒരാസനമാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാലും ഈ ആസനം ചെയ്യാം. ഭക്ഷണത്തിന് ശേഷമാണ് പൊതുവെ ഈ ആസനം ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ ആസനം നിങ്ങളെക്കൊണ്ടാവുന്നത്ര ചെയ്യാം. വജ്രാസനം. 2 കാലുകളും മടക്കി ഉപ്പൂറ്റുകളുടെ മേൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. പാദം തറയിൽ പതിഞ്ഞിരിക്കണം. കൈപ്പത്തികൾ തുടയുടെ മുകളിൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. കഴിയുന്നിടത്തോളം ഇതേ നിലയിൽ തുടരുക. ഭക്ഷണത്തിന് ശേഷം 3-4 മിനിറ്റുകൾ വരെ ഈ ആസനം ചെയ്യാവുന്നതാണ്. ഏതു പ്രായക്കാർക്കും ചെയ്യാവുന്നതാണിത്. യോഗമുദ്ര. ഉയർന്ന രക്തസമ്മർദ്ദമോ തലച്ചോറിന് എന്തെങ്കിലും അസുഖമോ ബാധിച്ചിട്ടുള്ളവർ ഇത് ചെയ്യാൻ പാടില്ല. ഈ ആസനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ തലകറക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. കണ്ണുകളടച്ച് അല്പസമയം ഇരുന്നാൽ മതി. വജ്രാസനം പോസ്ചറിലിരിക്കുക.
കൈപ്പത്തികൾ ഇറുക്കിപ്പിടിച്ച് മുഷ്ടി ചുരുട്ടുക. തള്ളവിരൽ ഉള്ളിലായിരിക്കണം. ശ്വാസം വലിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കുനിയുക. നെറ്റി തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. ഹൃദ്രോഗമോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ശ്വാസഗതി സാധാരണ പോലെ തന്നെ മതി. ശ്വാസം പിടിക്കരുത്. സാധിക്കുന്നിടത്തോളം ഈ നിലയിൽ തന്നെ തുടരുക. ശ്വാസം വലിച്ചുകൊണ്ട് മെല്ലെ നിവരുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ താഴെ വെച്ച് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ: ശുക്ത വജ്രാസനം. നാം ഇപ്പോൾ യോഗമുദ്രയുടെ ഓപ്പോസിറ്റ് ആസനമായ ശുക്ത വജ്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. വജ്രാസനത്തിലിരിക്കുക. കൈപ്പത്തികൾ തറയിൽ ഊന്നിക്കൊണ്ട് പിറകോട്ട് നന്നായി വളയുക. നെറുക തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. രണ്ട് കൈകളും തുടകളിൽ വയ്ക്കുക. രണ്ട് കൈമുട്ടുകളും തറയിൽ മുട്ടിയിരിക്കുന്നതുപോലെ ആയിരിക്കട്ടെ. ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഈ നിലയിൽ അല്പസമയം തുടരുക. പിന്നീട് കൈകളുടെ സഹായത്തോടെ സാവധാനം എഴുന്നേൽക്കുക. രണ്ട് കൈകളും തുടകളുടെ മേൽ വയ്ക്കുക. കണ്ണുകൾ അടച്ചുപിടിക്കുക. റിലാക്സ് ചെയ്യുക. അരക്കെട്ടിലോ അടിവയറ്റിലോ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്യുക. ധ്യാനത്തിന് മുൻപാണ് ഈ ആസനം ചെയ്യുന്നതെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നട്ടെല്ലിന്റെ അടിഭാഗത്ത് നിന്ന് 4 വിരൽ മുകളിലായിട്ടാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപോട്ട് വളഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ആസനം ചെയ്തതിനു ശേഷം മാത്രമേ ഈ ആസനം ചെയ്യാൻ പാടുള്ളൂ. പ്രയോജനങ്ങൾ: പദ്മാസനം. ഇത് യോഗാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ആസനമാണ്. നിങ്ങളുടെ കാലുകൾക്ക് ബലവും ഫ്ലെക്സിബിലിറ്റിയും ഇല്ലെങ്കിൽ ഈ ആസനം സൂക്ഷിച്ച് ചെയ്യണം. വലതുകാൽ മടക്കി പാദം ഇടത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിൽ കയറ്റിവെക്കുക. അതേപോലെ ഇടതുകാൽ മടക്കി വലത്തെ തുടയുടെ കഴലയ്ക്ക് മുകളിലും കയറ്റിവെക്കുക. ഇപ്പോൾ ധ്യാനം ചെയ്യുന്ന പോസ്ചറിൽ ഇരിക്കുക. അതായത് തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും അഗ്രങ്ങൾ ചേർത്ത് പിടിക്കുക. മറ്റു വിരലുകൾ നിവർന്നിരിക്കണം. നിങ്ങളുടെ കൈപ്പത്തികൾ തറയിലേക്ക് നീട്ടി തിരിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾ ധ്യാനമുദ്രയിലിരിക്കുകയാണെന്നർത്ഥം. അതായത് മെഡിറ്റേഷൻ പോസിൽ. ഇതേപോലെ തന്നെ നിങ്ങളുടെ കൈപ്പത്തികൾ നിവർത്തി വിരലുകൾ മേലോട്ടുയർന്നിരുന്നാൽ അതിന്റെ പേര് ചിന്മുദ്ര എന്നാണ്. പ്രയോജനങ്ങൾ: ഭൂനമനാസനം. ഈ ആസനം തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിക്കുക. എല്ലുകളോട് ചേർന്നുള്ള പേശികൾ സ്ട്രെച്ച് ചെയ്യുകയോ വളയുകയോ അരുത്. മുതുക്, കാൽമുട്ടുകൾ, തുടകൾ എന്നിവയിൽ അധിക സമ്മർദ്ദം കൊടുക്കരുത്. പദ്മാസനം ശരിയായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ആസനം ചെയ്യാവൂ. തലകറക്കം, ഹൃദ്രോഗങ്ങൾ, ഹൈ BP എന്നിവയുള്ളവർ ഡോക്ടറുടെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഈ ആസനം ചെയ്യുക. പദ്മാസനത്തിലിരിക്കുക. രണ്ട് കൈകളും പിന്നിൽ നട്ടെല്ലിന് താഴെയായി കോർത്തുപിടിക്കുക. ദീർഘശ്വാസം നന്നായി ആഞ്ഞുവലിക്കുക. നെഞ്ച് വികസിപ്പിച്ച് ഉച്ഛ്വസിക്കുമ്പോൾ ഇടുപ്പിൽ നിന്ന് മുന്നിലേക്ക് വളയുക. സാധാരണഗതിയിൽ ശ്വസിക്കുക. കണ്ണുകൾ അടച്ച് സാധിക്കുമെങ്കിൽ തല തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. കഴിയുന്നിടത്തോളം ഇതേ നിലയിൽ ഇരിക്കുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം പൂർവ്വസ്ഥിതിയിലാക്കുക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ മുതുക്, വയറ്, ശ്വാസം എന്നിവയിൽ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ തൊപ്പിളിന് പിന്നിലുള്ള മണിപ്പൂര ചക്രത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1 മിനിറ്റെങ്കിലും ഈ നിലയിൽ ഇരിക്കുക. 1 മിനിറ്റ് നേരം ഇരിക്കാൻ സാധിച്ചില്ലെങ്കിൽ
അതേ സമയം കൊണ്ട് 2-3 തവണ ഇത് ആവർത്തിക്കുക. പ്രയോജനങ്ങൾ: മത്സ്യാസനം. നാം ചെയ്യാൻ പോകുന്ന ഈ ആസനം മുന്നിലേക്ക് വളഞ്ഞു ചെയ്യുന്ന ആസനങ്ങളുടെ ഓപ്പോസിറ്റ് ആസനമാണ്. നട്ടെല്ലിന്റെ അടിഭാഗം എല്ലുകളിലുണ്ടാകുന്ന TB രോഗത്താൽ ബാധിക്കപ്പെട്ടിരുന്നാൽ അവർ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ യോഗ ടീച്ചറുടെയോ അഭിപ്രായം ആരായേണ്ടതാണ്. പദ്മാസനത്തിലിരിക്കുക. ഇപ്പോൾ 2 കൈകളുടെയും സഹായത്താൽ നിറുക തറയിൽ മുട്ടുന്നതുപോലെ കിടക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് കാൽ തള്ളവിരലുകളെ കൈകൾ കൊണ്ട് പിടിക്കുക. കൈമുട്ടുകൾ തറയിൽ മുട്ടുന്നതുപോലെ ഇരിക്കട്ടെ. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും വയറ്, നെഞ്ച്, ശ്വാസോച്ഛ്വാസം എന്നിവയിൽ കേന്ദ്രീകരിക്കുക. കഴിയുമെങ്കിൽ മണിപ്പൂര ചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൃദയത്തിന് പിറകിലുള്ള അനാഹത ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതേ നിലയിൽ 5 മിനിറ്റ് വരെ ഇരിക്കാം. അത്ര നേരം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 2-3 തവണയായിട്ട് ചെയ്യാം. കഴിയുന്നിടത്തോളം ഇതേ പോസിൽ ഇരിക്കുക. കാലിൽ സ്ട്രെച്ചോ പുള്ളോ തോന്നിയാൽ കാലുകൾ മുന്നിലേക്ക് നീട്ടിവെച്ച് റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ: പദ്മാസനം പോസിൽ നട്ടെല്ലിനെ കൈകാര്യം ചെയ്യൽ. പദ്മാസനത്തിലിരിക്കുക. രണ്ട് കൈകളും പിൻഭാഗത്ത് കോർത്തു പിടിക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പിന്നീട് ഉച്ഛ്വസിക്കുമ്പോൾ വലത് കാൽമുട്ടിനു മുകളിൽ ശിരസ് വയ്ക്കുക. ഇതേ പൊസിഷനിൽ അല്പനേരം ഇരിക്കുക. നിങ്ങളുടെ ശിരസ് കൊണ്ട് കാൽമുട്ടിൽ തൊടാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, കഴിയുന്നിടത്തോളം മാത്രം ചെയ്യുക. തുടർന്നുള്ള പരിശീലനം കൊണ്ട് നിങ്ങൾക്കിത് തീർച്ചയായും ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ശിരസ് കാൽമുട്ടിന്മേൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ താടി കാൽമുട്ടിൽ തൊടുന്നതുപോലെ വയ്ക്കാവുന്നതാണ്. ശരീരത്തിൽ പുൾ, സ്ട്രെച്ച് എന്നിവ തോന്നുന്ന ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നേരെ നിവർന്നിരിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് ശിരസ് ഇടത് കാൽമുട്ടിനുമേൽ വയ്ക്കുക. ഇതേ പൊസിഷനിൽ ഇരിക്കുക. വലത് കാൽമുട്ടിൽ ശിരസ് വെച്ചിരുന്ന അത്രയും സമയം തന്നെ ഇപ്പോഴും ഇരിക്കുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശിരസ് ഉയർത്തുക. ഈ അഭ്യാസം 3 തവണയെങ്കിലും ചെയ്യണം. പിന്നീട് ശിരസിന്റെ പിന്നിൽ കൈകൾ കോർത്തു പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പിന്നീട് ഉച്ഛ്വസിക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് വളയുക. കൈമുട്ടുകൾ തറയിൽ മുട്ടുന്നതുപോലെ ഇരിക്കട്ടെ. സാധാരണഗതിയിൽ ശ്വസിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനം ചെയ്യുമ്പോൾ സ്ട്രെച്ച് അനുഭവപ്പെടുന്ന സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതേ പൊസിഷനിൽ അല്പനേരം തുടരുക. പിന്നീട് സാവധാനം ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് നിവർന്നിരിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇതേ അഭ്യാസം ഇടതുഭാഗത്തും ചെയ്യുക. വലതുഭാഗത്ത് ചെയ്തപ്പോൾ എടുത്ത അതേ സമയം തന്നെ ഈ പൊസിഷനിലും ഇരിക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് ശരീരം നേരെ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. വേണമെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ മുന്നിലേക്ക് നീട്ടാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ശരീരത്തിലായിരിക്കണം. കണ്ണുകൾ അടയ്ക്കുക. ശരീരം ലഘുവാകുന്നതറിയുക. ലഘുവാകുന്നു. കൂടുതൽ ലഘുവാകുന്നു. പ്രയോജനങ്ങൾ: അർദ്ധമത്സ്യേന്ദ്രാസനവും കൂടെ വക്രാസനവും. ഇപ്പോൾ നാം കാണാൻ പോകുന്ന ഈ ആസനം നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഇതിന്റെ പേര് അർദ്ധമത്സ്യേന്ദ്രാസനം.
പക്ഷേ ഈ ആസനം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തെ വക്രാസനം ചെയ്ത് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ഋഷി മത്സ്യേന്ദ്ര ഈ ആസനത്തിലിരുന്നാണ് ധ്യാനം ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ആസനത്തിന്റെ പേര് മത്സ്യേന്ദ്രാസനം. അർദ്ധ മത്സ്യേന്ദ്രാസനം മത്സ്യേന്ദ്രാസനത്തിന്റെ ഒരു ലളിതമായ രൂപമാണ്. അർദ്ധ മത്സ്യേന്ദ്രാസനവും വക്രാസനവും. പേശികൾക്ക് വേദനയും പരിക്കുകളും ശരീരത്തിൽ തയ്യലുകളും ഉള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം ഈ ആസനം ചെയ്യുവാൻ. ഇത് കാരണം അസ്വസ്ഥതയോ വേദനയോ തോന്നിയാൽ യോഗാചാര്യനെയോ ഡോക്ടറെയോ കാണേണ്ടതാണ്. 2 കാലുകളും നേരെ നീട്ടിവെക്കുക. വലതുകാൽ മടക്കി ഇടതുകാലിന്റെ പുറം ഭാഗത്തുള്ളതുപോലെ വയ്ക്കുക. ഇടതു കൈകൊണ്ട് വലതു മുട്ടിനെ ചുറ്റിപ്പിടിക്കുക. വലതു പാദത്തെ പിടിച്ചുകൊള്ളുക. വലത് കൈപ്പത്തി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്പം പിന്നിലേക്ക് മാറി തറയിൽ വയ്ക്കുക. കഴുത്ത് വലതുഭാഗത്തേക്ക് തിരിക്കുക. ഈ പൊസിഷനിൽ ശരീരത്തിലോ സ്ട്രെച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉദരം, മുതുക് എന്നിവിടങ്ങളിലെ പേശികളിലോ ശ്രദ്ധ ചെലുത്തുക. ഇതേ നിലയിൽ അല്പനേരം തുടരുക. ശ്വാസം ആഞ്ഞു വലിച്ച് നേരെ തിരിഞ്ഞ് ആസനം മെല്ലെ റിലീസ് ചെയ്യുക. ഈ ആസനം മറുദിശയിലും ചെയ്യുക. ഇതിന്റെ പേര് വക്രാസനം എന്നാണ്. ഇത് അർദ്ധ മത്സ്യേന്ദ്രാസനത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇത് പൊതുവെ മുതുകുവേദനയെ അകറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇനി പ്രധാന ആസനമായ അർദ്ധ മത്സ്യേന്ദ്രാസനത്തെപ്പറ്റി നമുക്ക് നോക്കാം. കാലുകൾ മുന്നിലേക്ക് നീട്ടുക. വലതുകാൽ മടക്കി ഇടത് കാൽമുട്ടിന്റെ പുറം ഭാഗത്തായി തറയിൽ വയ്ക്കുക. ഇടതുകാൽ വലതുഭാഗത്ത് പൃഷ്ഠത്തിന്റെ താഴെ വയ്ക്കുക. ഇടത് കൈ വലതുകാലിന്റെ പുറം ഭാഗത്തായി വെച്ച് വലത് കണങ്കാലിനെ പിടിച്ചുകൊള്ളുക. വലതുമുട്ട് ഇടത് കൈയുടെ അരികിലായിരിക്കണം. വലത് കൈ പിന്നിലായി വെക്കുക. ശരീരം വലതുഭാഗത്തേക്ക് തിരിക്കുക. കഴുത്തും മുതുകും പിന്നിലേക്ക് പരമാവധി തിരിക്കുക. ഇതേ നിലയിൽ അല്പസമയം തുടരുക. മെല്ലെ പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇതേ അഭ്യാസം മറ്റേ ദിശയിലും ചെയ്യാം. ഇത് വളരെ പ്രയാസമേറിയതാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇത് നേരെ തിരിച്ചു ചെയ്യാം. 2 കാലുകളും മുന്നിലേക്ക് നീട്ടുക. ഇടതുകാൽ മടക്കി വലതുമുട്ടിന്റെ പുറംഭാഗത്ത് വയ്ക്കുക. വലതുകാൽ മടക്കി ഇടതു പൃഷ്ഠത്തിന്റെ അരികിൽ വയ്ക്കുക. ഇനി വലതു കൈകൊണ്ട് പൊങ്ങിയിരിക്കുന്ന കാലിന്റെ മുട്ടിനെ ചുറ്റി ഇടതുപാദത്തെ പിടിക്കാൻ ശ്രമിക്കുക. ഇടതു കൈ ഇടുപ്പിനെ ചുറ്റിക്കൊണ്ടുവന്ന് ഉച്ഛ്വസിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് തിരിയുക. കഴുത്തും ഇടതുഭാഗത്തേക്ക് തിരിക്കുക. ടെൻഷൻ, പുൾ ഇവ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസോച്ഛ്വാസത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതേ നിലയിൽ 1 മിനിറ്റെങ്കിലും തുടരുക. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സമയം നിങ്ങൾക്ക് ഇതേ നിലയിൽ തുടരാവുന്നതാണ്. മത്സ്യേന്ദ്രർ എന്ന ഋഷിവര്യൻ തപസ് അനുഷ്ഠിച്ചത് ഈ ആസനത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പേര് മത്സ്യേന്ദ്രാസനം. ഇത് മത്സ്യേന്ദ്രാസനത്തിന്റെ ലളിതമായ രീതിയാണ്. ഇത് കഠിനമായ ആസനങ്ങളിൽ ഒന്നാണ്. പ്രയോജനങ്ങൾ. ഗോമുഖാസനം. പേശീവേദനയുള്ളവർ ഈ ആസനം തങ്ങളാൽ കഴിയുന്നത്ര മാത്രം ചെയ്താൽ മതി. ഇടതുകാൽ മടക്കി വലത് പൃഷ്ഠത്തോട് ചേർത്ത് ഇടത് ഉപ്പൂറ്റിയുടെ മുകളിൽ ഇരിക്കുക. അതേപോലെ വലതുകാൽ മടക്കി ഇടതു തുടയുടെ മുകളിൽ വയ്ക്കുക. 1 കാൽമുട്ട് മറ്റേ കാൽമുട്ടിന്റെ മുകളിലായിരിക്കണം. ഇപ്പോൾ വലത് കൈ ഉയർത്തി പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഇടത് കൈ പിന്നിൽ നിന്നും ഉയർത്തി 2 കൈകളും തമ്മിൽ ബന്ധിപ്പിക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. കണ്ണുകളും തുറന്നു തന്നെ ആയിരിക്കട്ടെ. വേണമെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം. ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. നെഞ്ചും വികസിക്കുന്നു. കഴിയുന്നിടത്തോളം ഈ നിലയിൽ തന്നെ തുടരുക. പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇതേ അഭ്യാസം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വലതുകാൽ മടക്കി ഇടത് പൃഷ്ഠത്തോട് ചേർത്ത് വലതുപ്പൂറ്റിയുടെ മുകളിലിരിക്കുക. ഇടത് കൈ ഉയർത്തി പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് വലത് കൈ പിന്നിൽ നിന്ന് ഉയർത്തി 2 കൈകളും തമ്മിൽ ബന്ധിപ്പിക്കുക.
കഴിയുന്നിടത്തോളം ഈ നിലയിൽ തുടർന്നതിന് ശേഷം റിലാക്സ് ചെയ്യുക. കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കാലുകൾ മുൻപോട്ട് നീട്ടി സുഖാസനത്തിലും റിലാക്സ് ചെയ്യാം. ശരീരത്തിലും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലും ശ്രദ്ധ ചെലുത്തുക. പ്രയോജനങ്ങൾ: തിത്തലിയാസനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പോസ്. പേശിവേദനകളുള്ളവർ തങ്ങളാലാവുന്നത്ര മാത്രം ഈ ആസനം ചെയ്താൽ മതിയാകും. നട്ടെല്ല് നിവർത്തിയിരിക്കുക. 2 പാദങ്ങളും നന്നായി യോജിപ്പിക്കുക. കൈകൾ കൂപ്പുന്നതുപോലെ പാദങ്ങൾ നന്നായി ചേർത്ത് പിടിക്കുക. പാദങ്ങൾ കഴിയുന്നത്ര ശരീരത്തിന് സമീപം ചേർത്ത് വെക്കേണ്ടതാണ്. നന്നായി നിവർന്നിരുന്ന് ചിത്രശലഭം ചിറകുകൾ അടിക്കുന്നത് പോലെ കാലുകൾ ചലിപ്പിക്കുക. ആദ്യം സാവധാനവും പിന്നീട് ക്രമേണ വേഗത്തിലും ചെയ്യാം. ഓർമ്മിക്കുക, കാലുകൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വയറ്റിൽ അമർത്തേണ്ടതാണ്. പിന്നീട് തറയിൽ മുട്ടണം. കാലുകൾ തറയിൽ മുട്ടുമ്പോൾ ശബ്ദമുണ്ടാവണം. എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഇത് ആവർത്തിച്ചിട്ട് റിലാക്സ് ചെയ്യുക. കാലുകൾ മുന്നിലേക്കു നീട്ടുക. ആസനം ചെയ്യുമ്പോൾ പുൾ, സ്ട്രെച്ച് എന്നിവ അനുഭവപ്പെടുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ: നൗകാസനം കൂടുതലായും അനങ്ങാതിരിക്കുന്ന പോസ്ചറാണ് പ്രമേഹ രോഗികൾക്ക് നല്ലത്. അതേപോലെ അനങ്ങുന്ന പോസ്ചറാണ് അമിതവണ്ണമുള്ളവർക്ക് വളരെ നല്ലത്. നൗകാസനം. ഉദരഭാഗത്ത് മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആസനം ചെയ്യരുത്. രക്താതിസമ്മർദ്ദമോ ഹൃദ്രോഗങ്ങളോ ഉണ്ടെങ്കിൽ ശ്വാസം പിടിച്ചു നിർത്തരുത്. അനങ്ങുന്ന നൗകാസനം ചെയ്യരുത്. ഹെർണിയ അതായത് കുടലിറക്കം, കുടൽ രോഗങ്ങൾ, കുടൽ പുണ്ണ്, ഹൃദ്രോഗങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യാൻ പാടില്ല. കമിഴ്ന്നു കിടക്കുക. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക. കൈകൾ നേരെ മുന്നിലോട്ട് നീട്ടുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കൈകളും 2 കാലുകളും ഒന്നിച്ച് ഉയർത്തുക. ശ്വാസം പിടിച്ചു നിർത്തി വയറ്റിൽ ബാലൻസ് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്നത്ര മാത്രം ഈ പോസിൽ കിടക്കുക. പിന്നീട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകളും കാലുകളും താഴോട്ട് കൊണ്ടുവരിക. ഇതേപോലെ 3 തവണയെങ്കിലും ചെയ്യണം. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് കൈകാലുകൾ ഉയർത്തുക. ശ്വാസം പിടിച്ചു നിർത്തി കൈകൾ ഉയർത്തി കാലുകൾ താഴെയിടുക. ശരീരത്തെ ഒരു ബോട്ട് പോലെ ഇങ്ങനെ ആട്ടുക. നിങ്ങളാൽ കഴിയുന്നത്ര ഇത് ആവർത്തിക്കുക. പിന്നീട് ഉച്ഛ്വസിച്ച് കൈകാലുകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. ഈ അഭ്യാസം 3 തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. പ്രയോജനങ്ങൾ: ഭുജംഗാസനം. ഭുജംഗാസനം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ നേരെയാക്കാൻ സഹായിക്കുന്ന മറ്റൊരാസനമാണ്. ഇപ്പോഴുള്ള ആധുനിക ചിന്താഗതിക്കാർ ഈ ആസനം ചെയ്യുകയാണെങ്കിലും വിശുദ്ധി ചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് തൊണ്ടയുടെ തൊട്ടു പിറകിലാണുള്ളത്. അതുപോലെ ആജ്ഞാചക്രത്തിലും അതിവിടെയാണ്, പൊട്ടുതൊടുന്ന സ്ഥലത്തായിട്ട്. ഭുജംഗാസനം. വയറ്റിൽ മുറിവുകൾ, ഹെർണിയ അതായത് കുടൽ വീക്കം, കുടലിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് എന്നിവയുള്ളവർ ഒരു ഡോക്ടറുടെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ആസനം ചെയ്യാവൂ. ഈ ആസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
നന്നായി കമിഴ്ന്നു കിടക്കുക. കാലുകൾ ഒന്നോടൊന്ന് ചേർത്ത് വയ്ക്കുക. കൈപ്പത്തികൾ തോളിനരികെയായി ഊന്നുക. ശ്വസിക്കുമ്പോൾ ശരീരത്തിന്റെ മുകൾ ഭാഗം വളച്ച് ഉയർത്തുക. ശരീരത്തിന്റെ മുഴുവൻ ഭാരവും കൈകളിലായിരിക്കണം. ഉച്ഛ്വസിക്കുമ്പോൾ കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോവുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. ഈ സമയത്ത് നട്ടെല്ലിലെ ഏറ്റവും താഴെ ഒടുവിലത്തെ എല്ലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നിങ്ങൾക്ക് ടെൻഷൻ അനുഭവപ്പെടും. കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് സമയം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ റിലാക്സ് ചെയ്യുക. ആധുനിക രീതിയിൽ ഈ ആസനം ചെയ്യുന്നവരായാലും ശരി, അവർ വിശുദ്ധി ചക്രത്തിലോ ആജ്ഞാചക്രത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വിശുദ്ധി ചക്രം തൊണ്ടയുടെ നേരെ പിറകിലാണുള്ളത്. ആജ്ഞാചക്രം പുരികങ്ങളുടെ മധ്യഭാഗത്തിന്റെ പിറകിലായി സ്ഥിതി ചെയ്യുന്നു, അതായത് പൊട്ടു തൊടുന്ന സ്ഥലത്ത്. ശലഭാസനം. നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആസനത്തിന്റെ പേരാണ് ശലഭാസനം. പക്ഷെ ഈ ആസനം ചെയ്യുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ അർദ്ധശലഭാസനം ചെയ്യേണ്ടതാണ്. ഇത് പ്രത്യേകിച്ച് നന്മ തരുന്നത് ഉദരഭാഗത്തിനാണ്. അതുകൊണ്ട് ആദ്യം അർദ്ധശലഭാസനം ചെയ്യാം, എന്നിട്ട് ശലഭാസനം. ശലഭാസനം. വയറ്റിൽ തയ്യലുള്ള സ്ത്രീകൾ ശലഭാസനത്തിന് പകരം അർദ്ധശലഭാസനം മാത്രം ചെയ്താൽ മതി. അതുമാത്രമല്ല, അൾസറിന്റെ പ്രശ്നം, ഹെർണിയ അതായത് കുടൽ വീക്കം, കുടൽ രോഗങ്ങൾ, ബലഹീനമായ ഹൃദയം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ഉദരഭാഗങ്ങൾക്ക് ഇത് പ്രത്യേക ഫലങ്ങൾ നൽകുന്നു. ഇപ്പോൾ നമുക്കാദ്യം അർദ്ധശലഭാസനം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനുശേഷം ശലഭാസനം നോക്കാം. 2 കൈകളും ശരീരത്തിനരികെ വയ്ക്കുക. താടി തറയിൽ മുട്ടണം. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നിങ്ങളാൽ കഴിയുന്നത്ര വലത് കാൽ മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ട് വളയ്ക്കുവാൻ പാടില്ല. കഴിയുന്നിടത്തോളം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഉച്ഛ്വസിക്കുമ്പോൾ കാൽ താഴേക്ക് കൊണ്ടുവരിക. ഇതേപോലെ തന്നെ ഇടതുകാലിലും ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഇടതുകാൽ പരമാവധി ഉയർത്തുക. കഴിയുന്നിടത്തോളം ശ്വാസം പിടിച്ചു നിർത്തുക. സാവധാനം ഉച്ഛ്വസിക്കുമ്പോൾ ഇടതുകാൽ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക. ഇടത് കൈ വലത് കൈയുടെ മുകളിൽ വെച്ച് ഇടത് കവിൾ ഇടത് കൈയുടെ മുകളിൽ വെച്ച് കിടക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇതിന്റെ പേരാണ് ആനന്ദാസനം. ഈ ആസനം റിലാക്സേഷനു വേണ്ടിയുള്ളതാണ്. തള്ളവിരൽ ഉള്ളിലാക്കി 2 കൈകളിലും മുഷ്ടി ചുരുട്ടുക. അവ തൊപ്പിളിനരികെയായി വയ്ക്കുക. താടി തറയിൽ മുട്ടുന്ന വിധം വയ്ക്കുക. ഇപ്പോൾ ശ്വാസം വലിച്ച് 2 കാലുകളും ഒന്നിച്ചുയർത്തുക. കഴിയുന്നിടത്തോളം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഈ നിലയിൽ പരമാവധി തുടരുവാൻ ശ്രമിക്കുക. പിന്നീട് സാവധാനം കാലുകൾ താഴോട്ട് കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. സാധാരണ പോലെ ശ്വസിക്കുക. പ്രയോജനങ്ങൾ. ധനുരാസനം. ഈ ആസനത്തിൽ ശരീരം ഒരു വില്ലിന്റെ ആകൃതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ധനുരാസനം. ഹെർണിയ അതായത് കുടലിറക്കം, പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവയുള്ളവർ ഈ ആസനം ചെയ്യരുത്. നന്നായി കമിഴ്ന്നു കിടക്കുക. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. 2 കൈകളും ശരീരത്തോട് ചേർത്ത് കൊണ്ടുവരിക. ഇപ്പോൾ 2 മുട്ടുകളും മടക്കി 2 കൈകളും കൊണ്ട് പാദങ്ങളെ പിടിക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് 2 വശങ്ങളിൽ നിന്നും ശരീരം മുകളിലോട്ട് ഉയർത്തുക. ഉദരത്തിൽ ബാലൻസ് ചെയ്യുക. ശ്വാസം പിടിച്ചു നിർത്താനാവുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ശ്വസിക്കുക. ഈ നിലയിൽ കഴിയുന്നിടത്തോളം തുടരുക. സാവധാനം റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ ശരീരം അയഞ്ഞിരിക്കേണ്ടതാണ്. കണ്ണുകൾ അടച്ചിരിക്കുക. ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധിക്കുമെങ്കിൽ തൊണ്ടയുടെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിൽ
നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. പ്രയോജനങ്ങൾ: പവനമുക്താസനം. നന്നായി നീണ്ടു നിവർന്നു കിടക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. 2 കൈകളും ശരീരത്തിനരികിലായി വയ്ക്കുക. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് കൈകൾ മുകളിലോട്ട് ഉയർത്തുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വലതുകാൽ മുകളിലേക്ക് ഉയർത്തി മടക്കുക. ഉച്ഛ്വസിച്ച് കാൽ 2 കൈകൾ കൊണ്ടും പിടിക്കുക. കാൽമുട്ട് തലയിലോ താടിയിലോ മുട്ടുന്ന വിധം വയ്ക്കുക. ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഇടതുകാൽ 3 തവണ ക്ലോക്ക് വൈസായും 3 തവണ ആന്റി ക്ലോക്ക് വൈസായും കറക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൂടുതൽ തവണയും ചെയ്യാം. അതായത് 5 or 10 തവണ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. കാൽ ഇങ്ങനെ കറക്കിയതിനു ശേഷം 2 തള്ളവിരലുകളെയും നോക്കിയ ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരിക. പിന്നീട് സാവധാനം കാൽ താഴെയിറക്കുക. കാൽ തറയിൽ മുട്ടാതെ ഇത് ചെയ്യേണ്ടതാണ്. മറ്റേ കാൽ കൊണ്ട് വീണ്ടും ഇതേ അഭ്യാസം ആവർത്തിക്കുക. പ്രയോജനങ്ങൾ: ഗഥരി ആസനം. നാം ചെയ്യാൻ പോകുന്ന ഈ ആസനം വായുവിന്റെ ശല്യം നീക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിന് ഗഥരി ആസനം എന്നാണ് പേര്. നട്ടെല്ലിന് പ്രശ്നമുള്ളവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. 2 കാലുകളും നന്നായി ചേർത്ത് വെച്ച് കിടക്കുക. കൈകൾ ശരീരത്തിനരികെ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ ഉയർത്തുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 2 കാലുകളും ഒന്നിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഇനി കാൽമുട്ടുകൾ വളയ്ക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് 2 കാലുകളും കൈകൾ കൊണ്ട് ഇറുക്കി ചേർത്തു പിടിക്കുക. കാൽമുട്ടുകൊണ്ട് താടിയിലോ തലയിലോ തൊടാൻ സാധിക്കുമെങ്കിൽ നല്ലത്. ഇതേ നിലയിൽ അല്പനേരം തുടരുക. പിന്നീട് ശരീരം സ്വിംഗ് ചെയ്യുക. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിൽ ഇരിക്കുന്നതുപോലെയും താഴോട്ടു പോകുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ചായ്ഞ്ഞു കിടക്കുന്നതുപോലെയും ആയിരിക്കണം. നിങ്ങളാൽ കഴിയുന്നത്ര ഇത് ആവർത്തിക്കുക. 10 തവണ ചെയ്യാവുന്നതാണ്. 10 തവണ ചെയ്തതിനു ശേഷം നിർത്തുക. പിന്നീട് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകളടച്ച് ശരീരം അയവുള്ളതാക്കുക. ഈ ആസനം ചെയ്യുമ്പോൾ ടെൻഷൻ, സ്ട്രെച്ച് എന്നിവ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ: സർവാംഗാസനം, ഹലാസനം, കർണപീഠാസനം. ഇടുപ്പ് സന്ധിവാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, കരൾ രോഗങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, രക്തക്കുറവ് എന്നിവയുള്ളവർ ഈ ആസനങ്ങൾ ചെയ്യാൻ പാടില്ല. 2 കൈകളും ശരീരത്തിനരികിൽ വയ്ക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് 2 കാലുകളും ഉയർത്തുക. പൂർണ്ണമായും ഉയർത്തേണ്ടതാണ്. കൈകളുടെ സഹായത്താൽ ഇടുപ്പിൽ നിന്ന് നേരെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസഗതി നോർമലായിരിക്കട്ടെ. പറ്റുമെങ്കിൽ കണ്ണുകൾ അടച്ചുപിടിക്കുക. ഇതിന്റെ പേരാണ് സർവാംഗാസനം. നിങ്ങളാൽ കഴിയുന്നത്ര നേരം ഇതേ നിലയിൽ തുടരുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ട്
കാലുകൾ ശിരസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ മുട്ടുകൾ മടക്കാൻ പാടില്ലെന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി കാലുകൾ വിരലുകൾ കൊണ്ട് തറയിൽ തൊടാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം കാണാൻ ഒരു കർഷകന്റെ കലപ്പ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണിതിന് ഹലാസനം എന്ന പേര്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്ര മാത്രം ഇത് ചെയ്യുക. നിർബന്ധപൂർവം ചെയ്യരുത്. മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ടും ചെയ്യരുത്. സാവധാനം തുടർന്നുള്ള പരിശീലനം കൊണ്ട് നന്നായി ചെയ്യുവാൻ സാധിക്കും. ഇനി കാലിലെ തള്ളവിരലുകൾ കൈകൾ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുക. മുട്ടുകൾ മടക്കി ചെവികളെ സ്പർശിക്കുന്നതുപോലെ കൊണ്ടുവരിക. ഈ ആസനത്തിന്റെ പേര് കർണപീഠാസനം എന്നാണ്. നിങ്ങളാൽ കഴിയുന്നത്ര മാത്രം ഈ നിലയിൽ തുടരുക. ഇനി സാവധാനം കാലുകളെടുത്ത് കൈകളുടെ സഹായത്താൽ ഇടുപ്പ് താഴേക്ക് കൊണ്ടുവരിക. സാവധാനം ഉച്ഛ്വസിച്ച് ശരീരം നേരെ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. ഈ ആസനം ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും വിശുദ്ധി ചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വിശുദ്ധി ചക്രം തൊണ്ടയുടെ പിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ശരീരത്തിലും ചെലുത്താവുന്നതാണ്. പ്രയോജനങ്ങൾ. ചക്രാസനം. രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ഉദരഭാഗത്ത് അകത്തോ പുറത്തോ മുറിവുകൾ, കുടൽ പ്രശ്നങ്ങൾ, എല്ലുകൾക്കുള്ള പ്രശ്നങ്ങൾ, കാഴ്ചയിലോ കേൾവിയിലോ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. പിന്നിലേക്ക് വളഞ്ഞു ചെയ്യുന്ന ആസനങ്ങൾ ചെയ്ത് ശീലമില്ലാത്തവരും ഇത് ചെയ്യരുത്. 2 കാലുകളും ചേർത്ത് വയ്ക്കുക. പിന്നീട് 2 കാലുകളും മടക്കി പൃഷ്ഠത്തിനരികിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം മുഴുവനും മേൽപോട്ട് നന്നായി വളയ്ക്കുക. കഴുത്ത് തൂങ്ങിക്കിടക്കണം. കൈപ്പത്തികൾ തറയിൽ ഊന്നിയിരിക്കണം. കണ്ണുകൾ അടച്ചിരിക്കണം. ശ്വാസഗതി നോർമലായിരിക്കണം. കോൺസെൻട്രേഷൻ മുഴുവനും ശരീരത്തിലായിരിക്കണം. കഴിയുന്നിടത്തോളം ഇതേ നിലയിൽ തുടരുക. സാവധാനം ഉച്ഛ്വസിച്ച് ശരീരം തറയിലേക്ക് തിരികെ കൊണ്ടുവരിക. റിലാക്സ് ചെയ്യുക. ഈ ആസനം ചെയ്യുമ്പോൾ മണിപ്പൂര ചക്രം, മുതുകല്ല്, വയറ്, ശ്വാസോച്ഛ്വാസം എന്നിവയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ശയന പശ്ചിമോത്തനാസനം. ഇത് വളരെ പ്രധാനപ്പെട്ട ആസനമാണ്. മുതുകുവേദന, മുട്ടുവേദന, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. 2 കൈകളും ശരീരത്തിനരികിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ കിടക്കുക. ശരീരം മുഴുവനും വലിഞ്ഞുകൊടുക്കുക. കൈകൾ ഊന്നാതെ തന്നെ എഴുന്നേറ്റിരിക്കുക. ഉച്ഛ്വസിച്ച് ഇടുപ്പിൽ നിന്ന് മുന്നിലേക്ക് വളഞ്ഞുകൊടുത്ത് 2 കാലുകളുടെയും തള്ളവിരലുകൾ പിടിക്കാൻ ശ്രമിക്കുക. തള്ളവിരലുകൾ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. ഈ അഭ്യാസം തുടർന്ന് ചെയ്യുമ്പോൾ ശരീരം ഫ്ലെക്സിബിളായി തീരുന്നു. അപ്പോൾ തള്ളവിരലുകൾ പിടിക്കാൻ എളുപ്പമായിരിക്കും. തള്ളവിരലുകൾ പിടിക്കാൻ പ്രയാസമാണെങ്കിൽ പാദങ്ങളെ പിടിക്കാൻ ശ്രമിക്കുക. തലകൊണ്ട് കാൽമുട്ടുകളിൽ തൊടുക. നിങ്ങൾക്ക് തലകൊണ്ട് കാൽമുട്ടുകളെ തൊടാൻ കഴിയുമെങ്കിൽ കാലിലെ തള്ളവിരലുകളെ കൈകൾ കൊണ്ട് തൊടുക.
കൈമുട്ടുകൾ കൊണ്ട് തറയിൽ തൊടാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നിടത്തോളം ഇത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശരീരം നേരെ കൊണ്ടുവരിക. ഉച്ഛ്വസിച്ച് നന്നായി നിവർന്നു കിടക്കുക. റിലാക്സ് ചെയ്യുക. കണ്ണുകൾ അടച്ച് ശരീരം അയവുള്ളതാക്കുക. പ്രയോജനങ്ങൾ: പ്രാണായാമം. പ്രാണൻ എന്നാൽ എനർജി. അത് ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന ശക്തിയാണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ആയാമം എന്നാൽ പ്രോഗ്രസ്. പ്രാണായാമം എന്നത് യോഗാസനത്തിലെ ഒരു പരിശീലനമാണ്. ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ജീവശക്തിയെ ഉത്തേജിപ്പിക്കുന്നതാണിത്. അത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഊർജത്തെ കടത്തിവിടുകയും ചെയ്യുന്നു. ഈ പ്രാണായാമത്തിന്റെ പരമമായ ലക്ഷ്യം ശരീരത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവശക്തിയെ നിയന്ത്രിക്കുകയാണ്. ചുരുക്കത്തിൽ, പ്രാണായാമം ഞരമ്പുകൾക്ക് വളരെ നല്ലതാണ്. ഈ ഊർജത്തിന്റെ പ്രവാഹം ശ്വാസഗതിക്കും ഫലപ്രദമാണ്. ഇതിന്റെ ഫലമായി ഞരമ്പുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് മാനസികവും ശാരീരികവുമായ സന്തുലിതാവസ്ഥ ലഭിക്കും. ശ്വാസത്തെ നാം നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ഊർജത്തെയും നിയന്ത്രിക്കാനാവും. അപ്പോൾ മനസ്സിനെയും നിയന്ത്രിക്കാനാവും. സോ ഇപ്പോൾ എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം ഓർമ്മിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളും ഞാൻ പറയാം. പ്രാണായാമം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിൽ നാം മനസ്സിരുത്തേണ്ടതാണ്. നാഡീശോധൻ പ്രാണായാമം. നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നാഡീശോധൻ പ്രാണായാമമാണ്. നിങ്ങൾ ഈ പരിശീലനം പതിവായി ചെയ്യേണ്ടതാണ്. ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് നാഡീശോധൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കിത് ലളിതമായി 8 തവണ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് വീണ്ടും വീണ്ടും പരിശീലിക്കാം. തല കറങ്ങുന്നത് പോലെ തോന്നിയാൽ ഉടനെ ഇത് നിർത്തുക. കണ്ണുകളടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നാഡീശോധൻ പ്രാണായാമം. പദ്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. മൂക്കിന്റെ വലതുദ്വാരം മൂടിക്കൊണ്ട് ശ്വാസം ആഞ്ഞു വലിക്കുക. പിന്നീട് മെല്ലെ ഉച്ഛ്വസിക്കണം. അതേ ദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക. ഓർമ്മിക്കുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ഉച്ഛ്വസിക്കാൻ എടുക്കേണ്ടതാണ്. മുൻപ് നാം ചെയ്തതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 4 വരെ എണ്ണുക. ഉച്ഛ്വസിക്കുമ്പോൾ 8 വരെ എണ്ണുക. ഇത് തുടർന്ന് ചെയ്യുക. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ശ്വാസം പിടിക്കരുത്. അതുകൊണ്ട് 8 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാസാദ്വാരം മാറ്റി ചെയ്യാവുന്നതാണ്. ഇടതുദ്വാരം വഴി ശ്വാസം വലിച്ച് ഇടതുദ്വാരം വഴി തന്നെ പുറത്തുവിടാം. ഇപ്പോഴും 8 തവണയെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തുവിടണം. പ്രാണായാമത്തിൽ എപ്പോഴെല്ലാം ശ്വാസം ആഞ്ഞു വലിച്ച് ഉച്ഛ്വസിക്കുന്നുവോ അപ്പോഴെല്ലാം ശ്വസിക്കുന്ന ശബ്ദം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് പൾസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഈ പ്രാണായാമം 8 തവണ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പ്രാണായാമം ചെയ്യുമ്പോൾ തലകറക്കം തോന്നുകയാണെങ്കിൽ ഉടനെ നിർത്തുക. കണ്ണുകൾ അടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് തുടർന്ന് ചെയ്യുക. പ്രാണായാമം ചെയ്തതിനു ശേഷം റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഭസ്ത്രിക പ്രാണായാമം. നിങ്ങൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസഗതി വർദ്ധിപ്പിക്കരുത്. വായ തുറക്കാനും പാടില്ല. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ശരീരം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇതിന്റെ തുടക്കത്തിൽ ഭസ്ത്രിക പ്രാണായാമം സാവധാനം ചെയ്യുക. നിങ്ങളുടെ അടിവയറും ശ്വാസകോശവും ദൃഢമായതിനു ശേഷം ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ആസനം 2 സ്റ്റെപ്പുകളായി ചെയ്യപ്പെടുന്നു. ഭസ്ത്രിക പ്രാണായാമം. ഇത് 2 സ്റ്റെപ്പുകളായാണ് ചെയ്യപ്പെടുന്നത്.
അതുകൊണ്ട് ആദ്യം നമുക്ക് ഭസ്ത്രിക പ്രാണായാമത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക. നിങ്ങളുടെ സൗകര്യമനുസരിച്ചാകാം. നട്ടില് നന്നായി നിവർന്നിരിക്കുക. 2 കൈപ്പത്തികളും കൈമുട്ടുകളിൽ വയ്ക്കുക. ഇപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ച് വികസിപ്പിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് നെഞ്ച് ചുരുക്കുക. ഇതേ രീതിയിൽ നിങ്ങളുടെ നെഞ്ച് എത്രമാത്രം ചുരുക്കിയും വികസിപ്പിച്ചുകൊണ്ടുമിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. പിന്നീട് റിലാക്സ് ചെയ്യുക. പ്രാണായാമം ചെയ്യുമ്പോഴോ അതിനുശേഷമോ നിങ്ങൾക്ക് തലകറക്കമോ കണ്ണുകൾ ഇരുട്ടിപ്പോകുന്നതുപോലെയോ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് അടുത്ത തവണ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം മാത്രം ചെയ്യുക. ഈ പ്രാണായാമം 50 തവണ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉത്സാഹം കൊണ്ട് 100 തവണയോ 200 തവണയോ ചെയ്യാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. 50 തവണ ചെയ്തതിനു ശേഷം സാവധാനം നിർത്തുക. അതിനുശേഷം 5 എണ്ണത്തിലുമുപരി ചെയ്യരുത്. റിലാക്സ് ചെയ്യുക. പ്രയോജനങ്ങൾ. ഈ പ്രാണായാമം ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ആസ്മ, ഉരസ്യയുടെ വീക്കം, TB എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. തൊണ്ട കരകരപ്പും ചുമയും മാറും. ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മനസ്സിന് ശാന്തതയും സന്തുലിതാവസ്ഥയും നൽകും. ഈ പ്രാണായാമത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. കൈപ്പത്തികൾ കാൽമുട്ടുകളിൽ വയ്ക്കുക. നെഞ്ച് ചുരുക്കി വികസിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉദരഭാഗത്ത് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ വയറ് പെട്ടെന്ന് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഇവിടെയും ആവർത്തിക്കുക. നിങ്ങളാലാവുന്നത്ര ഇത് ചെയ്യുക. പിന്നീട് നിർത്തുക. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ മുതുകിലോ സ്ട്രെച്ചോ ടെൻഷനോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്തു ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. ഒരു കാര്യം ഓർമ്മിക്കുക, ആസിഡിറ്റി ഉണ്ടെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല. ഞാനിത് ആവർത്തിക്കാം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉദരഭാഗത്തോ വാരിയെല്ലിലോ സ്ട്രെച്ച് അല്ലെങ്കിൽ ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോർത്ത് ഭയപ്പെടേണ്ടതില്ല. റിലാക്സ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള വേദന താനെ മാറിക്കൊള്ളും. ശവാസനം. ആസനം ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെച്ച്, ചാലഞ്ച്, ട്വിസ്റ്റ്, ശരീരത്തിന് പുത്തനുണർവ് എന്നിവ ലഭിക്കും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും പൂർണ്ണമായും വിശ്രമം നൽകേണ്ട സമയമാണ്. ഈ ശവാസനത്തിൽ നിങ്ങളുടെ ശരീരം മുഴുവനും സ്വാഭാവികമായി തന്നെ റിലാക്സ്ഡ് ആയിത്തീരുന്നു. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും മെല്ലെയാകുന്നു. എല്ലാ അവയവങ്ങളും പൂർണ്ണമായും റിലാക്സ്ഡ് ആയിത്തീരും. ശരീരം, മനസ്സ് എന്നിവയുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള സമയമാണിത്. 5 മിനിറ്റ് നേരം ശവാസനം ചെയ്താൽ ശരീരത്തിന് പുത്തൻ ഉന്മേഷം ലഭിക്കുന്നു. അതുപോലെ തന്നെ ശക്തിയും ചൈതന്യവും കിട്ടും. ഇത് നിങ്ങളുടെ ശരീരം, ആത്മാവ്, മനസ്സ് മുതലായവയ്ക്ക് ശാന്തതയേകും. ഈ ആസനം വളരെ ലളിതമാണ്. നന്നായി നട്ടെല്ല് നിവർന്ന് കിടന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസിനെ പിന്തുടരുക. ഓർമ്മിക്കുക, ദയവ് ചെയ്ത് ഉറങ്ങിപ്പോകരുത്. ഇതൊരു ബോധത്തോടുകൂടിയ ഉറക്കമാണ്. അതുകൊണ്ട് റിലാക്സ് ചെയ്ത് പുത്തൻ ഉന്മേഷം ലഭിക്കാൻ നമുക്ക് ശവാസനം ചെയ്യാം. ശവാസനം. ശരീരം അയവുള്ളതാക്കുക. കൈപ്പത്തികൾ മലർത്തിവെക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു. നിങ്ങളുടെ ശ്വാസഗതി കുറയുന്നു, വീണ്ടും കുറയുന്നു. മെല്ലെ മെല്ലെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവയെ അയവുള്ളതാക്കുക. വലതുകാലിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലതുകാൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞിരിക്കുന്നു. വലതുകാലിലെ
തള്ളവിരലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. രണ്ടാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. മൂന്നാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. നാലാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. അഞ്ചാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. ഇപ്പോൾ ഇടതുകാലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടതുകാൽ അയഞ്ഞ് റിലാക്സായി കഴിഞ്ഞു. ഇടതുകാലിലെ തള്ളവിരലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ടാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. മൂന്നാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. നാലാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. അഞ്ചാമത്തെ വിരൽ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ടു ഉപ്പൂറ്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ട് പാദങ്ങളും റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ട് കണങ്കാലുകളിലും ഫോക്കസ് ചെയ്യുക. രണ്ടും അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ട് കാലുകളിലും ഫോക്കസ് ചെയ്യുക. രണ്ടും അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. കാൽമുട്ടുകളിൽ ഫോക്കസ് ചെയ്യുക. രണ്ടും അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. തുടകളിൽ ഫോക്കസ് ചെയ്യുക. അവ അയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. അരക്കെട്ടിൽ ഫോക്കസ് ചെയ്യുക. അതയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ വലതുകാൽ അരക്കെട്ട് മുതൽ പാദം വരെ റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ ഇടതുകാൽ അരക്കെട്ട് മുതൽ പാദം വരെ റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ ഇടുപ്പിൽ ഫോക്കസ് ചെയ്യുക. അതയഞ്ഞ് റിലാക്സ്ഡായി കഴിഞ്ഞു. ഇടുപ്പിന് താഴെ നിങ്ങളുടെ ശരീരം റിലാക്സ്ഡായി കഴിഞ്ഞു. ഇടുപ്പിന് താഴെയുള്ള നിങ്ങളുടെ ശരീരം പൂർണ്ണമായും അയഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസഗതി കുറയുന്നു, വീണ്ടും കുറയുന്നു. നിങ്ങളുടെ ശരീരം റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വലതു കൈയിൽ ഫോക്കസ് ചെയ്യുക. വലതു കൈയിലെ തള്ളവിരലിൽ ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ വിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, കൈപ്പത്തി, മണിബന്ധം എല്ലാം റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. കൈത്തണ്ടിൽ ഫോക്കസ് ചെയ്യുക. അത് റിലാക്സ്ഡായി കഴിഞ്ഞു. കൈമുട്ടിൽ ഫോക്കസ് ചെയ്യുക. അത് റിലാക്സ്ഡായി കഴിഞ്ഞു. കൈകളിൽ ഫോക്കസ് ചെയ്യുക. അവ റിലാക്സ്ഡായി കഴിഞ്ഞു. തോളിൽ ഫോക്കസ് ചെയ്യുക. അത് റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ വലത് കൈ തോൾ മുതൽ വിരലുകൾ വരെ റിലാക്സ്ഡായി കഴിഞ്ഞു. ഇപ്പോൾ ഇടത് കൈയിൽ ഫോക്കസ് ചെയ്യാം. ഇടതു കൈ തള്ളവിരലിൽ ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ വിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, കൈപ്പത്തി, മണിബന്ധം എല്ലാം റിലാക്സ്ഡായി കഴിഞ്ഞു. കൈത്തണ്ടിൽ ഫോക്കസ് ചെയ്യുക. അത് റിലാക്സ്ഡായി കഴിഞ്ഞു. കൈമുട്ടുകളിൽ ഫോക്കസ് ചെയ്യുക. അവ റിലാക്സ്ഡായി കഴിഞ്ഞു. കൈകളിൽ ഫോക്കസ് ചെയ്യുക. അവ റിലാക്സ്ഡായി കഴിഞ്ഞു. തോളിൽ ഫോക്കസ് ചെയ്യുക. അത് റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ ഇടത് കൈ തോൾ മുതൽ വിരലുകൾ വരെ റിലാക്സ്ഡായി കഴിഞ്ഞു. രണ്ട് കാലുകളും രണ്ട് കൈകളും റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തൊപ്പിളിൽ ഫോക്കസ് ചെയ്യുക. തൊപ്പിൾ, അതിന് താഴെയുള്ള ഉദരഭാഗം, അതിന് മേലുള്ള ഉദരഭാഗം എല്ലാം റിലാക്സ്ഡായി കഴിഞ്ഞു. ഇനി നെഞ്ചിന്റെ വലതുഭാഗത്ത് ഫോക്കസ് ചെയ്യാം. നെഞ്ചിന്റെ വലതുഭാഗം റിലാക്സ്ഡായി കഴിഞ്ഞു. ഇനി നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഫോക്കസ് ചെയ്യാം.
നെഞ്ചിന്റെ ഇടത് ഭാഗം റിലാക്സ്ഡായി കഴിഞ്ഞു. നിങ്ങളുടെ ശ്വാസഗതി മെല്ലെയും ശാന്തമായുമാണുള്ളത്. ശരീരം അയഞ്ഞിരിക്കുന്നു. നട്ടെല്ലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നട്ടെല്ല് റിലാക്സ്ഡ് ആകുന്നു. ഇടുപ്പെല്ല് മുതൽ കഴുത്തുവരെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഇടുപ്പ് മുതൽ തോളുകൾ വരെ റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തോളുകളിൽ ഫോക്കസ് ചെയ്യുക. അവ റിലാക്സ്ഡ് ആകുന്നു. തോളുകൾക്ക് താഴെ നിങ്ങളുടെ ശരീരം മുഴുവനും റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. തോളുകൾക്ക് താഴെയുള്ള നിങ്ങളുടെ ശരീരത്തിന് ചേതനയില്ല. നിങ്ങളുടെ ശ്വാസഗതി കുറഞ്ഞിരിക്കുന്നു. വീണ്ടും കുറയുന്നു. നിങ്ങളുടെ ശരീരം റിലാക്സ്ഡായി കഴിഞ്ഞു. ഇനി കഴുത്തിലും തൊണ്ടയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പൂർണ്ണമായും റിലാക്സ്ഡായി കഴിഞ്ഞു. ഇപ്പോൾ മുഖത്ത് ഫോക്കസ് ചെയ്യാം. മുഖത്തിലെ ഓരോ ഭാഗവും റിലാക്സ് ചെയ്യുക. താടി, കീഴ്ചുണ്ട്, മേൽചുണ്ട്, വലത് കവിൾ, ഇടത് കവിൾ, വലത് ചെവി, ഇടത് ചെവി, മൂക്ക്, വലത് കണ്ണ്, ഇടത് കണ്ണ്, വലത് പുരികം, ഇടത് പുരികം, നെറ്റി, ശിരസ്. നിങ്ങളുടെ മുഖം റിലാക്സ്ഡായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസഗതി കുറയുന്നു. വീണ്ടും കുറയുന്നു. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ശരീരം മുഴുവനും ലഘുവായി കഴിഞ്ഞിരിക്കുന്നു. റിലാക്സ്ഡായിരിക്കുന്നു. നിങ്ങളുടെ ശരീരം അയഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പക്ഷിയെപ്പോലെ ആകാശത്തിൽ പറക്കാം. ശരീരം വളരെ ലഘുവായി തീർന്നിരിക്കുന്നു. മീനിനെപ്പോലെ വെള്ളത്തിൽ നീന്താം. ഇപ്പോൾ ഞാൻ 10 മുതൽ 0 വരെ എണ്ണാം. നിങ്ങളുടെ ശരീരം റിലാക്സ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു പ്രതിമയെപ്പോലെ നിങ്ങളുടെ ശരീരം അനങ്ങാതെ കിടക്കും. നിങ്ങൾ ആഗ്രഹിച്ചാലും അനങ്ങാൻ പറ്റില്ല. ശരീരത്തിൽ യാതൊരു പ്രവർത്തനവുമില്ല. നിങ്ങളുടെ ബാഹ്യ മനസ്സ് ഗഹനമായ നിദ്രയിലേക്ക് വഴുതി വീഴും. നിങ്ങളുടെ ആന്തരിക മനസ്സ് ഉണർന്നിരിക്കും ജാഗരൂകതയോടെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇപ്പോൾ നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്ത് ഫോക്കസ് ചെയ്യുക. മൂലാധാരചക്രം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ശ്വാസവും അനുഭവിക്കുക. സ്വർണവർണ്ണത്തിൽ ജ്വലിക്കുന്ന ഓം നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. മൂലാധാരചക്രത്തെ ഉത്തേജിപ്പിക്കുന്നു. ഓം 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 മാത്രമാണ് മൂലാധാരചക്രത്തിന് ചുറ്റുമുള്ളത്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഓം എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഓം. ഇനി മൂലാധാരചക്രത്തിന് മുകളിൽ 4 വിരലുകളുടെ അകലമുള്ള സ്ഥലത്ത് ഫോക്കസ് ചെയ്യുക. സ്വാധിഷ്ഠാന ചക്രം അവിടെയാണുള്ളത്. സ്വർണവർണ്ണപ്രഭ അവിടെ വ്യാപിക്കുന്നു. പ്രഭാപൂരം. ഓം. സ്വാധിഷ്ഠാന ചക്രത്തെ അത് സ്പർശിക്കുന്നു. ഓം ഓം ഓം. ഇനി അല്പം മുകളിലായി ഫോക്കസ് ചെയ്യുക. അതായത് മണിപ്പൂര ചക്രത്തിൽ. അത് തൊപ്പിളിന് നേരെ പിന്നിലാണുള്ളത്.
സ്വർണപ്രഭ വ്യാപിക്കുന്നു. സ്വർണവർണപ്രഭയായി ഓം മണിപ്പൂര ചക്രത്തിൽ സ്പർശിക്കുന്നു. ഈ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. ഓം മെല്ലെ മെല്ലെ നിങ്ങളുടെ ശരീരമാസകലം വ്യാപിക്കുന്നു. ഓം ഓം ഓം. മണിപ്പൂര ചക്രത്തിന് ചുറ്റുമുണ്ട്. ഇപ്പോൾ ഹൃദയത്തിന് നേരെ പിന്നിലായി ഫോക്കസ് ചെയ്യുക. അനാഹത ചക്രം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവമുണ്ട്. ദൈവത്തിന്റെ ഭക്തിരൂപം അനാഹത ചക്രത്തിലാണ് പ്രഭ ചൊരിയുന്നത്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ അവിടെ ദർശിക്കുക. സ്വർണരശ്മികൾ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കുന്നു. ശ്വാസമാഞ്ഞു വലിക്കുക. ഓം ഓം ഓം. ഇപ്പോൾ അനാഹത ചക്രത്തിന് അല്പം മുകളിലുള്ള സ്ഥലത്ത് ഫോക്കസ് ചെയ്യുക. വിശുദ്ധി ചക്രം തൊണ്ടയുടെ പിന്നിലായി സ്ഥിതി ചെയ്യുന്നു. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വർണരശ്മികൾ വ്യാപിക്കുന്നു. അവ നിങ്ങളുടെ ശബ്ദത്തെ മാധുര്യമുള്ളതായും ആകർഷണീയവുമാക്കുന്നു. വിശുദ്ധി ചക്രത്തിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. ഓംകാരത്തെ അനുഭവിച്ചറിയുക. ഓം ഓം ഓം. വിശുദ്ധി ചക്രത്തിൽ ഓം എന്ന മന്ത്രത്തിന്റെ മാറ്റൊലി കേൾക്കുക. തൊണ്ടയിൽ നടക്കുന്ന പ്രവർത്തനത്തെ അറിയുക. ഇനിയും അല്പം മുകളിലായി നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. പുരികങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് ആജ്ഞാചക്രം. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വർണരശ്മികൾ വ്യാപിക്കുന്നു. ഓം. ഈ ചക്രത്തിനുള്ളിൽ ഓംകാരത്തെ അറിയുക. ഇപ്പോൾ നെറുകയിൽ ഫോക്കസ് ചെയ്യുക. അതായത് ആജ്ഞാചക്രത്തിന് മുകളിൽ. സഹസ്രാരചക്രം ഇവിടെയാണുള്ളത്. ആ ചക്രത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക. ഇത് വളരെ ശക്തിയേറിയ ചക്രമാണ്. ഇതാണ് ധ്യാനത്തിന്റെ അവസാന നില. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അവിടെയായിരിക്കട്ടെ. സ്വർണരശ്മികൾ വ്യാപിക്കുന്നു. നിങ്ങളുടെ ശരീരം സ്വർണവർണ്ണമായി മാറുന്നു. ഈ ചക്രത്തിനു ചുറ്റും ഓങ്കാരത്തെ കാണുവിൻ. നിങ്ങൾ അളവറ്റ സന്തോഷത്തെയും അളവിലധികമായ ശാന്തതയെയും അനുഭവിക്കുന്നു. ഓം ഓം ഓം. പൂർണ്ണമായും റിലാക്സ് ആയതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ആന്തരിക മനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും സ്വർണം പോലെ ജ്വലിക്കുന്നു. പരിശുദ്ധമായും ദൃഢതയോടെയും കാണപ്പെടുന്നു. ദുഷ്ചിന്തകൾ, ദുഷ്കാര്യങ്ങൾ, അശുദ്ധങ്ങൾ ഇവയെല്ലാത്തിനെയും അത് പുറന്തള്ളുന്നു. യാതൊരു തിന്മയ്ക്കും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. മനസ്സും ശരീരവും നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണുള്ളത്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ കഴിയും. നിങ്ങൾ കോപത്തെ നിയന്ത്രിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. മനസ്സിൽ ശക്തി വർദ്ധിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിശക്തി അധികമാകുന്നു. ദുശ്ശീലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തെ വിട്ടുപോകുന്നു. മനസ്സ് സന്തുലിതമായി ശാന്തമായി തീരുന്നു. ശരീരത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. ചിന്തകളൊന്നുമില്ല.
മനസ്സിൽ ആത്മീയാനുഭൂതി മാത്രമേയുള്ളൂ. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കാണപ്പെടുന്നു. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കാണപ്പെടുന്നു. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കാണപ്പെടുന്നു. ശരീരാവയവങ്ങളെല്ലാം ശക്തിപ്പെടുന്നു, ആരോഗ്യകരമാകുന്നു. ഒരു രോഗത്തിനും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും ഒരു രോഗവുമില്ല. ഇറുക്കം അയയുന്നു. ടെൻഷൻ എന്നതേയില്ല. ഇപ്പോൾ മുൻപത്തേക്കാൾ നല്ല ആരോഗ്യമുള്ളതായി തോന്നുന്നു. ഓം ഓം. ഞാനിപ്പോൾ 0 മുതൽ 10 വരെ എണ്ണാം. നിങ്ങളുടെ മനസ്സ് മെല്ലെ മെല്ലെ ഗാഠനിദ്രയിൽ നിന്നുണരും. ശരീരത്തിലെ ഓരോ ഭാഗവും ഉണരുവാൻ ആരംഭിക്കും. നിങ്ങൾ പുത്തനുണർവോടെയും റിലാക്സ്ഡായും കാണപ്പെടും. 0, 1, 2, 3, 4, 5. ശരീരം മെല്ലെ മെല്ലെ കുറേശ്ശെയായി അനക്കുക. 6, കാലുകൾ അനക്കുക. 7, കൈകൾ അനക്കുക. 8, തോളുകൾക്ക് താഴെ ശരീരം അനക്കുക. 9, പുഞ്ചിരിക്കുക. മുഖം ഫ്രീ ആയിരിക്കുന്നു. 10, മെല്ലെ എഴുന്നേറ്റ് റിലാക്സ് ചെയ്യുക. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.